السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ നെറ്റ് JRF പഠിതാക്കളെ, ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. 2026 ജൂൺ നെറ്റ് JRF എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എന്ന നിലയിലുള്ള ആമുഖ സെഷനുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം പേപ്പർ 2 അറബിക്ക് നമ്മൾ പ്രിപ്പറേഷൻ നടത്തേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് നമുക്ക് സിലബസിൽ വരുന്ന, അല്ലെങ്കിൽ ഒന്നാമത്തെ പേപ്പറായിട്ടുള്ള പേപ്പർ 1 ജനറൽ പേപ്പർ. നമ്മുടെ JRFിലേക്ക് വഴി തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കാറുള്ളത്, പേപ്പർ 2 അറബിക്ക് അത് മിക്കവാറും ടച്ച് ഉള്ളതായിരിക്കും ഏതെങ്കിലും രൂപത്തിൽ. ഒരുപക്ഷെ ഇപ്പോൾ PG ജസ്റ്റ് കഴിഞ്ഞ ആളുകളായിരിക്കും, അതല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ടുണ്ടെങ്കിലും PSC എക്സാമിനോ അതല്ലെങ്കിൽ ഇപ്പോൾ കേട്ടറ്റ് എക്സാമിനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകൾ എന്ന നിലയിൽ കുറേ ഏരിയ നമുക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അറബിക്കിന്റെ വിഷയത്തിൽ കുറച്ചൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, നെറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ JRFന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും മിക്കവാറും ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക പേപ്പർ 2 അറബിക്കിൽ തന്നെ ആയിരിക്കും. കാരണം ജനറൽ പേപ്പർ മേലെ കുറച്ച് സമയം ചെലവാക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ നോക്കും, പക്ഷെ മിക്കവാറും ആളുകൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ അത് ചിലതൊക്കെ മാറ്റിവെക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു മിക്കവാറും അറബിക് ഫീൽഡിലുള്ള ആളുകൾ SSLC കഴിഞ്ഞ ശേഷം പിന്നെ മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അത്ര തന്നെ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം മിക്കവാറും ഒന്നുകിൽ പ്രിലിമിനറി, അതേപോലെ തന്നെ BA അറബിക്ക് അല്ലെങ്കിൽ അഫ്ദലുൽ ഉലമ, പിന്നെ MA അറബിക്ക് അങ്ങനെ ആയിരിക്കും പോന്നിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ഈ ഒരു മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട ഏരിയ ടച്ച് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൽ വരുന്ന 2 യൂണിറ്റ് മാത്സുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ റീസണിങ്. ഇങ്ങനെ 2 യൂണിറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ മാത്സ് പേടിച്ച് പല ആളുകളും ഈ ഒരു പിന്നെ ഫീൽഡിലേക്ക് അഥവാ അറബിക് ഫീൽഡിലേക്ക് വന്ന ആളുകൾ വരെ ഒരുപക്ഷെ ഈ ഒരു അറബിക് ഫീൽഡിലുള്ള ആളുകളിൽ ചിലരെ പരിചയപ്പെടാറുണ്ട്. എന്നുവെച്ചാൽ അത്രത്തോളം മാത്സ് എന്ന വിഷയം മാറ്റിവെച്ച ആളുകളായിരിക്കും. അപ്പോഴാണ് നമുക്കിപ്പോൾ ഈ ഒരു നെറ്റുമായി ബന്ധപ്പെട്ട് മാത്സുമായി ബന്ധപ്പെട്ട ഏരിയ വരുന്നത്. അപ്പോൾ അതൊരു വശത്ത്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിലായതുകൊണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ചൊന്ന് ഈ ഒരു സിലബസ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ എഴുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നെറ്റിനായിരുന്നാലും അതല്ല JRFനാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യേണ്ട പേപ്പറാണ് പേപ്പർ 1 ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്തായിരുന്നാലും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് JRFന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയ മാർക്ക് ഇപ്പോൾ ഏകദേശം അറബിക്കൽ 100 ക്വസ്റ്റ്യൻസിൽ ഒരു പിന്നെ 80-85 ശരിയാക്കിയ ആളുകൾ ഒരുപക്ഷെ ഉണ്ടാവും. അതായത് JRF എയിം ചെയ്ത് പഠിച്ച ആളുകൾ. നെറ്റിന് പ്രിപ്പയർ ചെയ്ത ആളുകളും അല്ലെങ്കിൽ ഏകദേശം നെറ്റിനോട് അടുത്ത് മാർക്ക് കിട്ടിയ ആളുകൾക്കൊക്കെ മിക്കവാറും ഒരു 70-അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തായാലും ഒരു 60 ക്വസ്റ്റ്യൻസിലധികം ശരിയായ ആളുകളായിരിക്കും. പക്ഷേ പിന്നെ നമുക്ക് ബാക്കി എത്തിപ്പിടിക്കേണ്ടത് ജനറൽ പേപ്പർ എന്നാണ്. അപ്പൊ ജനറൽ പേപ്പർ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കാം. JRF എയിം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏകദേശം ഒരു 35 മുതൽ 45 ക്വസ്റ്റ്യൻസ് എങ്കിലും ശരിയാക്കാൻ നമുക്ക് സാധിക്കണം. മിനിമം ഒരു 40 അല്ലെങ്കിൽ ഒരു 35 to 40 ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ പ്രിപ്പറേഷൻ നടത്തണം. എന്നാലാണ് നമുക്ക് JRF എന്നുള്ള ആ ഒരു വഴി എളുപ്പമാവാം. അപ്പൊ അത് ചിലർക്ക് വലിയൊരു ടാസ്ക് ആയിട്ടൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നുമില്ല. നമ്മൾ കുറച്ച് ഏതായാലും നമുക്ക് മുമ്പിൽ കുറച്ച് പിന്നെ മാസങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. അത് കൃത്യമായി നമ്മൾ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പോ ഇതൊരു വലിയൊരു എന്താണ് പറയാ, നമ്മൾ ഒരു നാടൻ ഭാഷയെ പറഞ്ഞാൽ വലിയൊരു കീറാമുട്ടിയായി കാണുന്ന ആളുകളാണ് പല ആളുകളും. പക്ഷേ കൃത്യമായി നമ്മളൊന്ന് സിലബസ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സിമ്പിളാണ് എന്നുള്ളത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഒരുപാട് ബാച്ചുകളിലായി ഫോക്കസിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് JRFും അതേപോലെ തന്നെ നെറ്റും ക്വാളിഫൈ ചെയ്യാൻ ഏറെ പിന്തുണ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ സഹായകമായിട്ടുള്ള പ്രസീത ടീച്ചറാണ് നമ്മുടെ കൂടെയുള്ളത്. അവര് ഇംഗ്ലീഷിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ MA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു. നെറ്റ് ഇംഗ്ലീഷിൽ ക്വാളിഫൈ ചെയ്ത ആളാണ്. അതോടുകൂടെ ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് JRFും നെറ്റും ഒക്കെ ലഭിക്കാൻ സഹായകമായിട്ടുള്ള ഒരു നമ്മുടെ ഫാക്കൽറ്റി മെമ്പർ കൂടിയാണ്, ഫോക്കസ് ഫാമിലി അംഗം കൂടിയാണ് പ്രസീത മാം. ആ അർത്ഥത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രസീത മാമിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഫോക്കസ് ഫാമിലിയിലെ ഈ വർഷത്തെ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് JRF എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാമിലി അംഗങ്ങളെയും ഒറ്റവാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ഇന്നത്തെ സെഷനിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രസീത മാമിനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രസീത മാം, യു ക്യാൻ സ്റ്റാർട്ട്. ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മൾ പേപ്പർ 1 എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. ഇതിൽ എത്ര പേര് ആദ്യമായിട്ട് നെറ്റ് എഴുതുന്നവരുണ്ട്? ജസ്റ്റ് ഒന്ന് ആദ്യമായി നെറ്റ് എഴുതുന്നവരൊന്ന് തംസ് അപ്പ് ചെയ്താൽ മതി. എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. 1 2 3 യെസ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ എങ്ങനെയാണ് പേപ്പർ 1 പഠിക്കുക, പേപ്പർ 1 എങ്ങനെ നമ്മൾ കയ്യിലാക്കാം എന്നുള്ള ഘടകങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് നെറ്റിന് 2 പേപ്പർ ഉണ്ട്. ആ 2 പേപ്പറിൽ ഒന്ന് നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ ആണ്, ഒന്ന് ജനറൽ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ 1 എന്ന് വിളിപ്പേരുള്ള രണ്ടാമത്തെ പേപ്പറാണ്. അപ്പൊ ഇതിൽ നമ്മുടെ മേജർ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് പേപ്പറുമായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, ഒരുപക്ഷെ നമ്മുടെ UG കാലം തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു PG ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉള്ള, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് അതിനകത്ത് ഇങ്ങനെ മുഴുകി നിൽക്കുന്ന മനുഷ്യന്മാരായിരിക്കും. അതുമായിട്ട് ഭയങ്കര ആഴത്തിലുള്ളതല്ലെങ്കിലും എന്തൊക്കെയോ ഒരുപാട് കണക്ഷൻസ് പേപ്പർ 2 നമുക്ക് ഉണ്ടാവും. പേപ്പർ 1 ചിലപ്പോൾ നമുക്ക് അത്രയൊന്നും കണക്ഷൻ നിലവിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ PSCക്കൊക്കെ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ ചില സംഭവങ്ങൾ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ നെറ്റിന് നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്തതിന്റെ ആസ്പെക്ട് നമുക്ക് അറിയാമായിരിക്കാം. എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അങ്ങനെ നിരന്തരം ഉപയോഗിക്കാറുള്ളൊരു നമ്മുടെ ഒരു സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പയറ്റിത്തെളിഞ്ഞൊരു മേഖലയായിരിക്കുമല്ലോ എന്ത് പേപ്പർ 1. അതുകൊണ്ടാണ് പേപ്പർ 1 എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സബ്ജക്ട് പേപ്പറും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു പേടി തോന്നാൻ കാരണം. ഓക്കെ, പേപ്പർ 2 നമുക്ക് എന്തൊക്കെയോ അറിയാമല്ലോ, നമ്മൾ കുറെ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ലേ, അതിലെന്തൊക്കെയോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സംഭവങ്ങളെ കാണാമല്ലോ എന്നുള്ളൊരു സാധനം പേപ്പർ 1 ചിലപ്പോൾ ആദ്യമായി എക്സാം എഴുതുന്നവർക്ക് തോന്നിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരായാലും റിപ്പീറ്റ് ചെയ്യുന്നവരായാലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, പേപ്പർ 1 നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം. കാരണം പേപ്പർ 2 പോലെ ഒരു സമുദ്രമൊന്നും അല്ല പേപ്പർ 1. പേപ്പർ 1 ചെറിയൊരു കുളമാണ്. ഓക്കെ, പേപ്പർ 2 സമുദ്രമാണെങ്കിൽ പേപ്പർ 1 അത്ര പോലും ഇല്ലാത്തൊരു കുഞ്ഞു കുളമാണ്. ഓക്കെ, ചെറിയ കുളമാണ്. പഠിച്ചത് വരുന്ന, പഠിച്ചതിനകത്ത് വട്ടം കറങ്ങി ചോദ്യങ്ങൾ വരാറുള്ളൊരു
പേപ്പറാണ് എന്ത് പേപ്പർ 1. അതുകൊണ്ടാണ് അതിന് ഈ പറഞ്ഞ പോലെ ആരാധകർ കൂടുതലുള്ളത് നമ്മൾ പറയാറുണ്ട്. പേപ്പർ 2-നേക്കാളേറെ നല്ല രീതിയിൽ നെറ്റിനെ മനസ്സിലാക്കിയ ആളുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക പേപ്പർ 1-ലായിരിക്കും. ബിക്കോസ് പേപ്പർ 2 ചെറുതായിട്ടൊന്ന് ടഫ് ആയാലും പേപ്പർ 1-ൽ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ലോജിക്കാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് പേപ്പർ 1-ൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ പ്രിപ്പറേഷൻ ടാക്ടിക്സ് എങ്ങനെയാണ് എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ, നിങ്ങളുടെ മോഡ് ഓഫ് സ്റ്റഡീസിൽ, നിങ്ങളുടെ വേ ഓഫ് ലേണിംഗിൽ എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ നിങ്ങളുടെ കയ്യിലൊരു കിതാബും അതിൽ എഴുതാനുള്ള ആയുധം ഒക്കെ ആയിട്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ആണ് എന്ന് തോന്നുന്ന പോയിന്റുകൾ യു ഷുഡ് നോട്ട് ചെയ്ത് പോവാന്നുള്ളതാണ്. എനിവേ നോക്കാമേ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പേപ്പർ 1-ന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് നമുക്ക് സിഗ്നിഫിക്കന്റ് ആണോ, എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കൽ വലിയ ഇമ്പോർട്ടന്റ് ആണ്. പേപ്പർ 1-ന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ 2 ഒരു സമുദ്രമായിരിക്കുകയും അതിന് തോന്നുന്ന സമയത്തൊക്കെ അത് സിമ്പിൾ ആവുകയും തോന്നുന്ന സമയത്തൊക്കെ ടഫ് ആവുകയും ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടും എല്ലാ പേപ്പർ 2ഉം അങ്ങനെ തന്നെയാണ്. പേപ്പർ 1 ആണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എപ്പോഴും പേപ്പർ 1 തന്നെ ആയിരിക്കും. പേപ്പർ 2 ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്ര എളുപ്പമായിക്കോളന്നില്ല. ഇനി എളുപ്പമായാൽ പേപ്പർ 2 ഭയങ്കരമായിട്ട് എളുപ്പമായ കട്ട് ഓഫ് കൂടും, അത് ഷുവറാണ്. കാരണം അത്രയും എളുപ്പമായ പിന്നെ ഇഷ്ടംപോലെ മാർക്ക് എല്ലാവരും കൊട്ടക്കണക്കിന് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പേപ്പർ 1-ൽ 50 നേടാൻ പറ്റിയാൽ, 50-ൽ 45 നേടാൻ പറ്റിയാൽ നമ്മളൊരു സേഫ് സോണിലാണ് എന്ന് പറയാം. മാത്രല്ല പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ നെറ്റ് എഴുതുന്ന മനുഷ്യന്മാർക്കും ഒരു കോമൺ പേപ്പറാണ്. അതായത് ഇംഗ്ലീഷിന് നെറ്റ് എഴുതുന്ന എനിക്കും, അറബിക്കിൽ നെറ്റ് എഴുതുന്ന നിങ്ങൾക്കും, മലയാളത്തിൽ നെറ്റ് എഴുതുന്ന മറ്റൊരു കാൻഡിഡേറ്റിനും, സോഷ്യോളജി ആയിക്കോട്ടെ സൈക്കോളജി ആയിക്കോട്ടെ, ഇവരൊക്കെ പേപ്പർ 1 എഴുതണം. ഇവർക്കൊക്കെ പേപ്പർ 1 ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും പേപ്പർ 1-ന് സെയിം സിലബസ് ആണ്. എന്റെ പേപ്പർ 1-നും നിങ്ങളുടെ പേപ്പർ 1-നും വേറൊരാളുടെ സബ്ജക്റ്റിന്റെ പേപ്പർ 1-നും സെയിം സിലബസ് ആണ്. നമ്മളൊക്കെ ഒരേ സാധന പേപ്പർ 1-ൽ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു കോമൺ പേപ്പർ ആയതുകൊണ്ട് പേപ്പർ 2-നേക്കാൾ അത് ഈസി ആയിരിക്കുമെന്ന് ഉറപ്പാണ്. കാരണം കൊമേഴ്സുകാർക്ക് ചിലപ്പം അവരെ സംബന്ധിച്ച് അവർ മാത്സിൽ പുലികളായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ കൂടുതൽ അറിയാമായിരിക്കണം. അവരുടെ പേപ്പർ 1-ഉം മാത്സിൽ പ്രത്യേകിച്ച് ഒന്നും കാര്യമായി നേടിയിട്ടില്ലാത്ത ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകാരായ നമുക്കും പേപ്പർ 1 ഉണ്ട്. അപ്പൊ ഒരു കോമൺ പേപ്പർ ആണ്. അപ്പൊ അതിന്റെ ഒരു പേപ്പറിന്റെ ഒരു നേച്ചർ എപ്പോഴും ഇപ്പം 2025 ഡിസംബറിൽ എടുക്കുന്ന 83ഓളം പേപ്പറുകളുടെ അല്ലെങ്കിൽ 83ഓളം സബ്ജക്റ്റുകളുടെ പേപ്പർ 1-ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലുള്ള പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ടേമിൽ നടന്ന പേപ്പർ 1-ന്റെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ നിരത്തി വെച്ചിട്ട് നോക്കിയാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ക്വസ്റ്റ്യൻസിന് ഒരേ നേച്ചർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസംബർ 2025 ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല സബ്ജക്റ്റുകളുടെയും പേപ്പർ 1-ലെ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിരുന്നു മറ്റു പല പേപ്പറുകൾക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പേപ്പർ 1-ൽ സംഭവിക്കും. വിച്ച് മീൻസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ കൂടുതലുള്ള, റിലേറ്റീവ്ലി സ്കോർ ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള, ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യനും ഓപ്ഷൻസും വരെ ഒരു പക്ഷെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എന്ത് പേപ്പർ 1. പേപ്പർ 2 നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇത്തവണ വന്ന ക്വസ്റ്റ്യൻ 4 കൊല്ലം കഴിഞ്ഞാലും പിന്നെ വരൂല എന്നുള്ളതാണ് പേപ്പർ 2-ന്റെ ഒരു അവസ്ഥ. പേപ്പർ 1 അങ്ങനെയല്ല. ഇത്തവണ വന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ അടുത്ത തവണയും വരാം. ഇത്തവണ ഒരു ഷിഫ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ അടുത്ത ഷിഫ്റ്റിലും ചോദിക്കാം. ഇതാണ് പേപ്പർ 1-ന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഈ സിഗ്നിഫിക്കന്റ് ആയ പേപ്പറിനെ എങ്ങനെ പഠിക്കാം എന്നുള്ളതും വലിയൊരു ഘടകമാണ്. അതിനൊക്കെ മുമ്പേ ആ പേപ്പറിനകത്ത് എന്തുണ്ട്, അതിന്റെ സിലബസ് അറിയലും വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പറയും 3 മണിക്കൂർ പരീക്ഷ 150 ചോദ്യം എന്ന് പറയാറുണ്ട്. ഈ 150-ൽ 50 ചോദ്യവും പേപ്പർ 1 എന്നായിരിക്കും. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, ഒരു ചോദ്യം ശരിയായാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. നിലവിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നൊക്കെ നിങ്ങൾ ചിലപ്പം പല സ്ഥലത്തും കിംവദന്തി ഒക്കെ കേൾക്കാം. നെഗറ്റീവ് മാർക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി NT അത് നേരത്തെ പറയും.
അല്ലാതെ ജൂണിൽ വരാനിരിക്കുന്ന എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കുമെന്നൊന്നും NTA 2 മാസം മുമ്പേ പറയൊന്നുമില്ല. അടുത്ത എക്സാമിന് നെഗറ്റീവ് മാർക്കാണ് വരുന്നതെങ്കിൽ മിനിമം ഒരു 5-8 മാസം മുമ്പേ അവർ പറയും നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റത്തിലേക്ക് പോവാണ് എന്നുള്ളത്. ഓക്കെ, അത് പറയാത്തിടത്തോളം കാലം, NTA അങ്ങനെ ഒരു സൂചന നൽകിയിട്ടില്ലാത്തിടത്തോളം കാലം നെഗറ്റീവ് മാർക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. നിലവിൽ എന്ന് പറഞ്ഞാൽ ജൂൺ 2026 വരാനിരിക്കുന്ന എക്സാമിനും ഇത് നെഗറ്റീവ് മാർക്കിലേക്ക് പോവാനുള്ള സാധ്യത 99% ഇല്ല എന്നർത്ഥം. ഓക്കെ, 50 ചോദ്യങ്ങൾ ഉണ്ടാവും. ഓരോ ശരി ഉത്തരത്തിനും 2 മാർക്ക് വീതം കിട്ടും. നിലവിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തെറ്റിക്കാനുള്ള സ്കോപ്പ് പോലും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് മാർക്കിംഗ് PSCക്കൊക്കെ ഉള്ള പോലെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തെറ്റാനുള്ള സാധ്യതയും തെറ്റാനുള്ള ഓപ്ഷനും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. 10 മൊഡ്യൂളുകളാണ് പേപ്പർ 1 ഉള്ളത്. ആ 10 മൊഡ്യൂളുകളെയും കവർ ചെയ്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കുക. 10 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യം വീതം, 5 × 10 50 ചോദ്യങ്ങളാണ് പേപ്പർ 1ന്റെ സിലബസിൽ നമ്മൾ കാണാം. ആ സിലബസ് 10 ആയിട്ട് UGCന്റെ വെബ്സൈറ്റിൽ കയറിയാൽ പേപ്പർ 1ന്റെ സിലബസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സിലബസ് കിട്ടും. ഓക്കെ, UGC നെറ്റ് പേപ്പർ 1 സിലബസ് എന്ന് ഗൂഗിളിൽ കയറി അടിച്ചു നോക്കുക. അതിനകത്ത് UGCന്റെ സൈറ്റിൽ ഒരു PDF അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള 10 മൊഡ്യൂളുകളിലും ഓരോ മൊഡ്യൂളിലും എന്തൊക്കെയാണ് സിഗ്നിഫിക്കന്റ് എന്നുള്ളത് മെൻഷൻ ചെയ്തൊരു PDF നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ നിന്ന് കിട്ടും. ആ 10 മൊഡ്യൂളുകളിൽ നിന്നും ചോദ്യം വരും. ഒരു മൊഡ്യൂൾ ഇപ്പൊ പേപ്പർ 2 ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറെ സാധനങ്ങൾ പഠിക്കല്ലോ. ഓരോ സെഞ്ചുറിയുള്ള ലിറ്ററേച്ചർ ഇങ്ങനെ പഠിക്കുമ്പോൾ പല ഓതേഴ്സിനെ പഠിക്കും. എല്ലാരും പഠിച്ചാലും ഇതിൽ ഏതെങ്കിലും ഒരു ഓതർ ചിലപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചില്ല എന്ന് വരും. ഏതെങ്കിലും ഒരു ഏജ് ഇപ്രാവശ്യം തൊട്ട് നോക്കിയില്ല എന്ന് വരും ക്വസ്റ്റ്യൻ്റെ അകത്ത്. അവർ ചോദിച്ചിട്ട് മൈൻഡ് ചെയ്യാത്ത ചില ടോപ്പിക്, നമ്മൾ അത്രയും പഠിച്ചു പോയിട്ടും ക്വസ്റ്റ്യൻ ആയിട്ട് പോലും വന്നിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ പേപ്പർ 2 ചിലപ്പോൾ നമ്മൾ കണ്ടേക്കാം. പേപ്പർ 1 അങ്ങനെയല്ല. 10 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ 10 മൊഡ്യൂളിൽ നിന്നും ചോദ്യം വരും. 5 ചോദ്യം വെച്ച് 10 മൊഡ്യൂളിൽ നിന്നും ചോദ്യം വരും. അതിന്റെ എണ്ണം കറക്റ്റ്. ഒരിക്കലും ഒരു ടോപ്പിക്കിൽ നിന്ന് 6 ചോദ്യം ചോദിക്കൂല, ഒരു ടോപ്പിക്കിൽ നിന്ന് 4 ചോദ്യം ചോദിക്കൂല. എല്ലാ ടോപ്പിക്കിൽ നിന്നും 5 വെച്ച് 50 ചോദ്യം സെറ്റ് ആക്കിയിട്ടാണ് അവർ ചോദിക്കുക. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് മിക്സ്ഡ് ആയിരിക്കും. ടീച്ചിങ്ങിന്റെ ചോദ്യം കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഹയർ എഡ്യൂക്കേഷന്റെ ചോദ്യം ആയിരിക്കും രണ്ടാമത്തെ കാണുന്നുണ്ടാവുക. അങ്ങനെ മിക്സ്ഡ് ആയിരിക്കും. പക്ഷെ ചോദ്യം പിന്നെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എണ്ണി നോക്കുമ്പോൾ 5 ചോദ്യം എല്ലാത്തുനിന്നും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ 10 മൊഡ്യൂളുകളെ സിലബസ് ആയിട്ട് അറിയുക, അതിന്റെ നാച്ചർ അറിയുക, അതിന്റെ ടഫ്നെസ് അറിയുക, അതിന്റെ ഈസിനെസ് അറിയുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും അതിനെ 10 മൊഡ്യൂളിന്റെ ഓർഡറിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കെ. ഇതില് നമ്മൾ നെറ്റും JRF ഒക്കെ എഴുതുന്നത് എന്തിനാ? നമ്മൾ എന്തിനാ നെറ്റും JRF എഴുതുന്നത്? നെറ്റ് കിട്ടണമെന്നോ JRF കിട്ടണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാ? നമ്മൾ എന്തായാലും തലയ്ക്ക് ഓളം ഉണ്ടായിട്ട് ഇതൊന്നും വന്ന് എഴുതൂല്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. എന്താണ് ഒരു നെറ്റും JRF ഒക്കെ എഴുതുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? എന്തിനാ നമ്മൾ ആ എക്സാംസ് എഴുതുന്നത്? എനിവൺ? നമ്മൾ എന്തിനാണ് നല്ലൊരു ജോബ് ലഭിക്കാൻ? നല്ല ജോബ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് പ്രോസസ്സിലേക്ക് കയറാൻ, ഒരു ടീച്ചർ പ്രൊഫഷനിലേക്ക് എത്താൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ. പിന്നെ JRF കിട്ടുന്ന എന്തിനാ? നമുക്ക് റിസർച്ച് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ടീച്ചിങ്, റിസർച്ച്, ഈ 2 ലക്ഷ്യങ്ങളാണ് PhDക്ക് ജോയിൻ ചെയ്യുക. ടീച്ചിങ്ങും റിസർച്ചുമാണ് ഈ എക്സാമിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരാൻ പോണത്. ഇതിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കെന്നും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ടോപ്പിക്കെന്നും കുറച്ച് ഇൻഡെപ്തിൽ ചോദ്യം വരാറുണ്ട്. കാരണം ഇത് രണ്ടും അവർ നന്നായിട്ട് അളക്കാൻ ശ്രമിക്കാൻ, കുറച്ചുകൂടി കോണ്ടെക്സ്റ്റൽ ആയിട്ട്, തിയറട്ടിക്കൽ ആയിട്ട് ഡെപ്തിൽ ചോദ്യം വരാറുള്ള ഒരു ടോപ്പിക്കാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും. അത് നമ്മൾ നെറ്റും JRF എഴുതുന്നത് ടീച്ചർ ആവാനും റിസർച്ച് ചെയ്യാനും വേണ്ടിയാണെന്നുള്ളതുകൊണ്ട് അത് കൃത്യമായി അളക്കുമെന്നുള്ളതുകൊണ്ടാണ് ഡെപ്തിൽ ചോദ്യം വരാറുള്ള 2 ടോപ്പിക്കുകളാണ് ടീച്ചിങ്ങും റിസർച്ചും. പിന്നെ ഉള്ളത് എന്ന് വിചാരിച്ചത് പഠിക്കാൻ പാടാണെന്നുള്ളതൊന്നല്ല കേട്ടോ. അത് ഒരു 5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് പഠിച്ചാൽ തന്നെ സെറ്റ് ആവുന്ന സാധനങ്ങളാണ്. നമ്മൾ അതിലേക്കൊക്കെ വരും, എങ്ങനെ പഠിക്കണം എന്നുള്ളതിലേക്കൊക്കെ വരും. ടഫ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ടഫ് എന്ന് മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. ഓക്കെ, ഒട്ടും പഠിക്കാൻ പറ്റാത്ത ടോപ്പിക് എന്നുള്ള സാധനങ്ങളൊന്നും ഓർക്കേണ്ടതില്ല. ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒക്കെ ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ടീച്ചറായിട്ട് അങ്ങോട്ട് സങ്കല്പിച്ചാൽ മതി. നമ്മളെ ഈ ലോകത്തിലെ ഏറ്റവും നല്ല, ഒരു പോരായ്മയും ഇല്ലാത്ത, എല്ലാം തികഞ്ഞ നല്ല ടീച്ചറായിട്ട് നമ്മളെ സ്വയം സങ്കല്പിക്കുക. എന്നിട്ട് നമ്മളെ ആ ചോദ്യപേപ്പറിൽ നിർത്തിയിട്ട് നമ്മളാണ് അത് എന്ന് സങ്കല്പിച്ചിട്ട് ചോദ്യം വായിച്ചാല് നമുക്ക് ഉത്തരം കിട്ടും. ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചറാണ് നമ്മളെന്ന് സങ്കല്പിച്ച് ആ ചോദ്യത്തിൽ പറയുന്ന ആ ആളുണ്ടല്ലോ, ഷീ ഓർ ഹി, അയാൾ നമ്മളാണെന്ന് സങ്കല്പിക്കുക. ആ ടീച്ചർ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുക. അപ്പൊ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ
പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ബേസിൽ കുറച്ച് തിയറികൾ പഠിക്കാനുണ്ടാവും. അത് സിലബസിൽ നമ്മൾ കവർ ചെയ്തേ പറ്റും. ഇനി അടുത്താണ് കോംപ്രഹെൻഷന്റെ ടോപ്പിക്. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദ്യ ഉത്തരവും ചോദ്യ പേപ്പറിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് കോംപ്രഹെൻഷന്റെ ചോദ്യം. പൊതുവെ ആളുകൾക്ക് തെറ്റിപ്പോവാറുള്ളതും പക്ഷെ നമുക്ക് പറയുന്ന സമയത്ത് എന്താ പറയാ ആൻസർ ചെയ്യാൻ ഭയങ്കര ഈസി ഉള്ളതുമായിട്ടുള്ള ഒരു മൊഡ്യൂളാണ് കോംപ്രഹെൻഷൻ. ഈ കോംപ്രഹെൻഷൻ തെറ്റിപ്പോവാന്ന് കോംപ്രഹെൻഷൻ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 5 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അതിന് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത് ഒരു മിനിറ്റ് അതിനുത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത് നമ്മളെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് ചിലപ്പം നമ്മൾ ഇംഗ്ലീഷിൽ അത്ര വലിയ പുലികളൊന്നും ആയിരിക്കൂലായിരിക്കും. നമുക്കത് വായിക്കാൻ ഒരുപാട് സമയം എടുക്കുമായിരിക്കും. മീനിങ് കത്താൻ കുറെ സമയം ഉണ്ടാവുമായിരിക്കും. അതിനൊക്കെ നമ്മൾ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. പക്ഷെ കോംപ്രഹെൻഷൻ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാരഗ്രാഫ് അവിടെ ഉണ്ടാവും. ആ പാരഗ്രാഫിൽ ആൻസർ ഉണ്ടാവും. ആ ആൻസറിലേക്ക് എത്താനുള്ള ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. വായിച്ചു നോക്കുക, മേലെ പറഞ്ഞ കാര്യം പാരഗ്രാഫിൽ എവിടെയാ നോക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ഫൈൻഡ് ചെയ്യുക പാരഗ്രാഫ് എന്ന്. അത് ഇവിടുത്തെ ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണോ ആ ഓപ്ഷനെ പിക്ക് ചെയ്യുക. അപ്പൊ ചോദ്യവും ഉത്തരവും ചോദ്യത്തിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ 10 മൊഡ്യൂളുകൾ എടുക്കും. അതിൽ ഏറ്റവും ഒരു പാവം മൊഡ്യൂളാണ് കമ്മ്യൂണിക്കേഷൻ. ഒരു കുഞ്ഞു മൊഡ്യൂൾ എന്ന് പറയാം. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ഹ്യൂമാനിറ്റീസ് +2 ഒക്കെ പഠിച്ച ആളുകൾക്ക് ചിലപ്പം കൃത്യമായി അറിയുന്ന ഒരു കാര്യമായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള ചില തിയറികളുണ്ട് കമ്മ്യൂണിക്കേഷനിലെ. സെന്റർ, റിസീവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ. ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, മെസ്സേജ്, ചാനല്, സെമാന്റിക് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന 10 മൊഡ്യൂളുകളിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത് കമ്മ്യൂണിക്കേഷന്റെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മളെ കോമൺ സെൻസിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഓക്കെ, ഇനി അടുത്താണ് മാത്തമാറ്റിക്കൽ റീസണിങ്. പൊതുവെ പേപ്പർ വണ്ണിലെ വില്ലനായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു പേപ്പറാണ് എന്ത് മൊഡ്യൂളാണ് എന്ത് മാത്തമാറ്റിക്കൽ റീസണിങ്. നമ്മൾ പണ്ട് മാത്സും ഇതൊന്നും ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് പണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റി സബ്ജക്റ്റിലേക്ക് +1 +2 ഡിഗ്രി ഒക്കെ എടുത്തിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ, നമുക്ക് അതിന് ഇഷ്ടമല്ലാഞ്ഞിട്ട് നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇവിടെ വീണ്ടും മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് കാണുമ്പോൾ മേലോട്ട് വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ അവിടെ പഠിച്ച പൊതുവെ പറയും ഈ നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ച മാത്സാ വരിക എന്ന് പറയും. അതൊക്കെ തന്നെയാ വരിക. പക്ഷെ 10ാം ക്ലാസ് വരെ പഠിച്ച എല്ലാ മാത്സും നെറ്റിന് വേണ്ട എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. വെറും 50 ചോദ്യങ്ങളിലെ 5 ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് ശരിയാവാനുള്ള മാത്സേ നെറ്റിന് വേണ്ടു. കാരണം 5 മാത്സിന്റെ ചോദ്യം നെറ്റിന് ചോദിക്കുള്ളൂ. PSC ഒന്നും ചോദിക്കണ മാതിരി 10ഉം 12ഉം ചോദ്യം ഒന്നും മാത്സിന് ഇതിനകത്തുണ്ടാവില്ല. 5 ചോദ്യം. ഈ 5 ചോദ്യം മാത്സിന്റെ വെള്ളം കുടിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവില്ല. ഒരു ടീച്ചറായി വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിഞ്ഞിരിക്കേണ്ട ബേസിക് മാത്തമാറ്റിക്സ് ഉണ്ടാവും. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയുടെ മാർക്കിന്റെ പെർസെന്റേജ് നോക്കാൻ നിങ്ങൾക്ക് അറിയണം. അതിനുള്ള മാത്സ് നിങ്ങൾക്ക് അറിയണം. അത്തരം ബേസിക് സാധനങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്ന് നോക്കുന്ന കാര്യങ്ങള്, ടോപ്പിക്കുകള് നെറ്റിന്റെ മാത്സിന്റെ ടോപ്പിക്കിൽ ഉണ്ടാവും. ഓക്കെ, ആ ടോപ്പിക്കുകൾ മാത്രമേ നെറ്റിന്റെ മാത്സിൽ നിങ്ങൾ വരുള്ളൂ. അതിലപ്പുറത്തേക്ക് നിങ്ങളോട് ജോമെട്രി ഒന്നും ആരും ചോദിക്കാൻ പോണില്ല. മാത്തമാറ്റിക്കൽ ഡിസിപ്ലിനിൽ പൈതഗോറസ് തിയറം എന്താണെന്നും ചോദിക്കാനൊന്നും പോണില്ല. നമുക്ക് 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതാനുള്ള എന്ത് വേണം? മാത്സ് അറിയണം. ആ മാത്സ് അറിയാൻ 10ാം ക്ലാസ് വരെയുള്ള മാത്സ് ആണ് ശരി തന്നെ. പക്ഷെ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ മാത്സും നമുക്ക് വേണ്ട സെലക്റ്റീവ് ആയിട്ടുള്ള ചില സാധനങ്ങൾ, ബേസിക്സ് മാത്രം മതി. ഓക്കെ, ആ ബേസിക്സിനെ പഠിക്കലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മാത്സിനെ വീണ്ടും പറയാണ്, മാത്സിനെ പേടിക്കേണ്ടതില്ല. മാത്സിന്റെ ക്ലാസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഇത് വെറുതെ തള്ളലല്ല എന്നുള്ളത്. ഓക്കെ, മാത്സിനെ പേടിക്കേണ്ടതില്ല. നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ. ഓക്കെ, എന്റെ ഒക്കെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു ടോപ്പിക് ആയിരുന്നു മാത്സ്. പക്ഷെ പിന്നെ നെറ്റിന് വേണ്ടി മാത്സ് പഠിക്കാൻ തുടങ്ങിയിട്ടാണ് മാത്സിനോട് ഒരു ഇഷ്ടം തോന്നിയത്. നെറ്റിന് വേണ്ടി മാത്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മൾ നടത്തുന്ന പിയർ ലേണിംഗ് ഒക്കെ ആയിരിക്കും. അതൊരു ആസ്പെക്ടിലേക്ക് ഞാൻ വരാം. എങ്ങനെയാണ് ഞാൻ മാത്സ് പഠിച്ചതെന്നുള്ള ഒരു ആസ്പെക്ടിലേക്ക് നമ്മൾ അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അപ്പുറത്ത് നമ്മൾ വേറൊരു കാര്യം പറയുമ്പോൾ അതിന്റെ കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. എനിവേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണോ അതിനെ പേടിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പേപ്പർ 1ൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്തിനെയാണോ അതിനെ പേടിക്കേണ്ടതില്ല എന്നുള്ള സാധനമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം ഭീകരതയൊന്നും നെറ്റിന്റെ മാത്സിനില്ല. ഓക്കെ, അത്രയും ഭീകരത നെറ്റിന്റെ മാത്സിനുണ്ടെങ്കിൽ ഇത്രയും 6% മനുഷ്യന്മാർക്കൊന്നും നെറ്റ് കിട്ടൂല. ഓക്കെ, ഇനി അടുത്തതാണ് ലോജിക്കൽ റീസണിങ്. അതിന്റെ പേര് ലോജിക്കൽ റീസണിങ് എന്നാണെങ്കിലും പ്രത്യേകിച്ച് വലിയ ലോജിക് ഒന്നും അതിൽ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല.
ഓക്കെ, അതിൽ പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഇല്ല നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു ടോപ്പിക്കാണ് എന്ത് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. പൊതുവെ കമ്പാരറ്റീവ്ലി മാത്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ടഫ്നെസ് കുറവും, പക്ഷെ ബാക്കി മൊഡ്യൂൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടഫാണ് എന്ന് കുട്ടികൾ പറയാറുള്ള ഒരു മൊഡ്യൂളാണ് ലോജിക്കൽ റീസണിങ്. പക്ഷെ വീണ്ടും ഞാൻ പറയാണ്, ലോജിക്കൽ റീസണിങ് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആ പഠിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ ഒരു തിയറി കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ ഈ 10 മൊഡ്യൂളിലെ ഏറ്റവും എളുപ്പമുള്ള മൊഡ്യൂളുകളിൽ ഒന്നാണ് എന്ത് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഈ ലോജിക്കൽ റീസണിങ്ങിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെസ്റ്റേൺ ലോജിക്കൽ റീസണിങ്ങും രണ്ടാമത്തത് ഇന്ത്യൻ ലോജിക്കൽ റീസണിങ്, ഇന്ത്യൻ പ്രമാണ എന്ന് പറയും. ഇതിൽ ഇന്ത്യൻ പ്രമാണ എന്ന് പറയുന്ന രണ്ടാമത്തെ കഷ്ണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് പണ്ടത്തെ മുനിമാർ എഴുതി വെച്ചു പോയ സാധനങ്ങളാണ്. ഇതിലേക്ക് ഇനി ഒന്നും ആഡ് ആവാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സാധനം വെച്ച് തിരിച്ചും മറിച്ചും തിരിച്ചും ചോദ്യം ചോദിക്കാൻ മാത്രമേ NTN കൊണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഒരു 100 വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ് മൊഡ്യൂളാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. എപ്പോഴും അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിനും ക്വസ്റ്റ്യന്റെ സ്റ്റൈലിനും ചോദിക്കുന്ന ടോപ്പിക്കുകൾക്കും റിപ്പീറ്റേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഒരു 5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ തന്നെ ലോജിക്കൽ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിലുള്ള മൊഡ്യൂളാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. പിന്നെ മാത്സുമായിട്ടൊരു ബന്ധം വരുന്ന ഒരു ടോപ്പിക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് ഒരു ടേബിൾ തരും, ഇപ്പം ഇത്ര സെയിൽ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടേബിൾ അങ്ങോട്ട് തരും. ആ ടേബിൾ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരു കുട്ടീന്റെ ഒരു 4-5 പേപ്പറിന്റെ പ്രോഗ്രസ് കാർഡ് കണ്ടാൽ നിങ്ങൾക്ക് ആ കുട്ടീനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര ശതമാനത്തിന് കുട്ടി തോറ്റു എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു ടീച്ചറായിരിക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണല്ലോ. അത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പോലുള്ള ടോപ്പിക്കുകൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു പേപ്പറുകളിലൊക്കെ ഉണ്ടായി വരുന്നത്. ഓക്കെ, അതായത് ഒരു ടേബിള്, മാത്തമാറ്റിക്കൽ ടേബിൾ തരും. ആ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 5 ചോദ്യം ഉണ്ടാവും. ആ 5 ചോദ്യത്തെ എന്ത് ചെയ്യുക, ആ 5 ചോദ്യത്തെ ആൻസർ ചെയ്യാന്നുള്ള സാധനം. എന്താണ് ചോദിച്ചത്, ആ ചോദിച്ച സാധനത്തെ ആ ചോദിച്ച പോലെ ചെയ്ത് നോക്കിയാൽ, എന്നുവെച്ചാൽ നമ്മൾ ആൻസറിന് വേറെ എങ്ങോട്ടും പോണ്ട, ടേബിളിലുള്ള സാധനങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്തുന്ന മൊഡ്യൂളാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതിനാകെ അറിയേണ്ട ഒരൊറ്റ സാധനമേ ഉള്ളൂ. ഡാറ്റ ഇന്റർപ്രിട്ടേഷന് കൃത്യമായിട്ട് ഉത്തരം തെറ്റാതെ കിട്ടാൻ 2 സാധനങ്ങളെ വേണ്ടുള്ളൂ. ആദ്യത്തെ സാധനം ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റാന്നുള്ള സാധനം. അത് ചിലപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ചിലപ്പം ഭയങ്കര പരാജയമൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു 4-5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ സെറ്റിലേക്ക് വരുന്ന സമയത്ത് സ്വന്തമായിട്ട് അതിന് ചോദ്യത്തിന്റെ മീനിങ് കത്തണ മനുഷ്യന്മാരായിട്ട് നിങ്ങൾ മാറും. അത് സ്വാഭാവികമാണ്. ഓക്കെ, അങ്ങനെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്കില്ലും, രണ്ടാമത്തത് തെറ്റാതെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയലും. ഈ 2 കപ്പാസിറ്റിയും ഉണ്ടെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പുഷ്പം പോലെ എഴുതിയിട്ട് ഇങ്ങോട്ട് പോരാ. ഓക്കെ, പിന്നെ ക്ഷമയും. ഓക്കെ, കാരണം പേപ്പർ 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ചോദ്യമായിരിക്കും. തന്നെ അത് ആദ്യം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. പക്ഷെ കാണുമ്പോൾ ഇതിനെയാണല്ലോ ആദ്യം കാണാം. അന്നേരം കിളി പോകുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ പേടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചോദ്യത്തെ കൃത്യമായി മനസ്സിലാക്കി അതിൽ തന്നിട്ടുള്ള സാധനങ്ങളെ കൂട്ടാനാണോ കുറയ്ക്കാനാണോ ഗുണിക്കാനാണോ ഹരിക്കാനാണോ എന്ന് മനസ്സിലാക്കി അതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന 5 ചോദ്യം ശരിയാക്കാൻ പറ്റുന്ന മൊഡ്യൂളുകളിലൊന്നാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അടുത്ത 3 ടോപ്പിക്കുകളുടെ പ്രത്യേകത, നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ 3 ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം GK ആണ്. ഓക്കെ, 3ഉം GK ആണ്. ICT, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റും ഹയർ എഡ്യൂക്കേഷനും. ICT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതായത് ഈ IT മേഖലയിൽ നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ഫേസ്ബുക്കിനെ കുറിച്ച്, ഇൻസ്റ്റഗ്രാമിനെ കുറിച്ച്, വാട്സാപ്പിനെ കുറിച്ച്, ഇമെയിലിനെ കുറിച്ച്, അതേപോലെ കമ്പ്യൂട്ടറിലെ പുതിയ ടെക്നോളജികളെ കുറിച്ച്, ഗൂഗിൾ മീറ്റിനെ കുറിച്ച്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ഇന്ത്യൻ ഗവൺമെന്റ്, വേറൊരു ഗവൺമെന്റിന്റെ അല്ല, ഇന്ത്യൻ ഗവൺമെന്റിന്റെ IT എനാബിൾഡ് ആയിട്ടുള്ള ചില പോളിസികളുണ്ട്. ചില എന്താ പറയാ, ഇപ്പം CDT പോലുള്ള സാധനങ്ങള്, അതേപോലെ GSAT പോലെയുള്ള ഉപഗ്രഹങ്ങള്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. IT എംബഡഡ് ആയിട്ടുള്ള കുറെ പോളിസികൾ, കുറെ സ്കീമുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിക്കാറുള്ളതാണ് ICT എന്ന് പറയുന്ന മൊഡ്യൂള്. അത് GK ആണ് കൂടുതൽ നല്ല 100% GK ആണ് അതിനകത്ത്. പിന്നെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് പണ്ട് നമ്മൾ പഠിച്ച EVS ആണ്. പണ്ട് സ്കൂളിൽ നമ്മൾ പഠിച്ച EVS എൻവയോൺമെന്റൽ സ്റ്റഡീസ്. ആ പേപ്പർ ആണെന്ത് ഇവിടുത്തെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന
മൊഡ്യൂളിലേക്ക്. അവിടെ നിങ്ങൾക്ക് പൊല്യൂഷൻ പഠിക്കാനുണ്ടാവും, ഓസോൺ പാളിയെ കുറിച്ച് പഠിക്കാനുണ്ടാവും, പ്രോട്ടോകോളുകളെ കുറിച്ച് പഠിക്കാനുണ്ടാവും, ഭൂമിയെ കുറിച്ച് പഠിക്കാനുണ്ടാവും, ജലത്തെ കുറിച്ച്, മണ്ണിനടിയിലുള്ള പാളികളെ കുറിച്ച്, ആകാശത്തിന് മേലെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അയണോസ്ഫിയർ പോലുള്ള സാധനങ്ങൾ, അങ്ങനെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച സാധനങ്ങൾ, അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് എവിടെ വരിക. പിന്നെ ഈ എൻവയോൺമെന്റൽ പോളിസികൾ ഉണ്ട്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ പോളിസികൾ, UN-ന്റെ പോളിസികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചോദിക്കുന്ന ഒരു GK ടൈപ്പ് സാധനമാണ് എന്ത്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഹയർ എഡ്യൂക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് അതിന്റെ പേര് വരുന്നത് ആ മൊഡ്യൂളിന്റെ. അതായത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിലവിലുള്ള സ്കീമുകൾ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത്രയും ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ, ആ ടൈപ്പ് PSC ചോദ്യങ്ങളൊന്നും അല്ല കേട്ടോ, അങ്ങനത്തെ സാധനങ്ങളൊന്നല്ല. അല്ലാതെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ലോക്സഭ, നിയമസഭ, രാജ്യസഭ നിയമനിർമ്മാണ പ്രക്രിയ, അതിന്റെ കുറെ പ്രൊസീജിയറുകളെ കുറിച്ചൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വളരെ അപൂർവമായേ വരാറുള്ളൂ. എല്ലാ ടേമിലൊന്നും കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. എനിക്ക് തോന്നുന്നു ജൂണിലൊന്നും ഉണ്ടായിരുന്നില്ല, ഡിസംബറിൽ ഏതോ ഒരു സെറ്റിൽ മാത്രം കണ്ടു ഞാൻ ആക്സസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതോ ഒരു സെറ്റിൽ കണ്ടു. ഞാൻ എഴുതിയ സെറ്റിലൊന്നും, ഇംഗ്ലീഷിന്റെ സെറ്റിലൊന്നും കഴിഞ്ഞ തവണ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ചോദിക്കാറുള്ള ഒരു മൊഡ്യൂളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അങ്ങനെ കുറച്ച് GK ടോപ്പിക്കുകൾ വരുന്ന, അതും ഇന്ത്യയിലുള്ളതേ ചോദിക്കുള്ളൂ. ഹയർ എഡ്യൂക്കേഷനൊക്കെ ഇന്ത്യയിലുള്ളതേ ചോദിക്കുള്ളൂ. ICT ഒക്കെയാണ് പിന്നെയും കുറച്ചുകൂടി വേൾഡ് വൈഡ് ആയിട്ടുള്ള ടെക്നോളജി വരുന്നുണ്ട് അങ്ങനെ വരുന്നത്. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് UN ഒരു ഭാഗമായതുകൊണ്ട് അത് വേൾഡ് വൈഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനെ ചോദിക്കും, അതിൽ അപ്പുറത്തേക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ സംവിധാനം കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ പോലും ചോദിക്കാറില്ല. മൊത്തം ഓൾ ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് മാത്രമാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ 3 GK ടോപ്പിക്കുകൾ. ഇങ്ങനെ 10 മൊഡ്യൂളുകളാണ് എവിടെയുള്ളത്, പേപ്പർ 1-ലുള്ളത്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? പേപ്പർ 1 എന്താണ്, പേപ്പർ 1-ൽ എന്താണുള്ളത്, എത്ര മാർക്കാണ് കിട്ടുക, എത്ര മാർക്കിന്റെ പേപ്പറാണ് എന്നുള്ള സാധനങ്ങളൊക്കെ ക്ലിയർ ആണ്? യെസ്. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് ഓക്കെ ആണോ? ഇതിലിങ്ങനെ പോയാൽ മതിയോ? ഓക്കെ, വരും. ഇനി ഇങ്ങനെയൊക്കെയാണ് പേപ്പർ 1 എങ്കിൽ ഇതെങ്ങനെയാ പഠിക്കുക എന്നുള്ളതൊരു വലിയൊരു ഘടകമാണ്. ഓക്കെ, എങ്ങനെ പഠിക്കുന്നുള്ളത്, ഇത്രയും 10 മൊഡ്യൂൾ ഉണ്ട്, ഏകദേശം ഇതിന്റെ ഒരു ഡബിള് സാധനം പേപ്പർ 2-ൽ അപ്പുറം കിടക്കുന്നുണ്ട്. ജൂണിൽ എക്സാം വരും, ആകെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഇതെങ്ങനെ പഠിക്കും? ഓക്കെ, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്, തുറന്നു നോക്കിയാൽ മതി. ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നാൽ ഒക്കെ സെറ്റ് ആവും. പക്ഷെ എങ്ങനെ പഠിക്കണം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കീ എലമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, എന്താദ്യം പഠിക്കുന്നു, എന്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, എന്ത് വെച്ച് പഠിക്കുന്നു എന്ന് പറയുന്ന ഘടകങ്ങളൊക്കെ വലിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ട് കേൾക്കുക കേട്ടോ. കസ്റ്റമൈസ്ഡ് ആയിട്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ സിറ്റുവേഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുക. നിങ്ങളുടെ സിറ്റുവേഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഇതിൽ ചില ആളുകൾ PGക്ക് പഠിക്കുന്നവരായിരിക്കും, ചില ആളുകൾ PG ഫൈനൽ ഇയറിന്റെ തിരക്കിലുള്ളവരായിരിക്കും, ചില ആളുകൾ ജോലി ചെയ്യുന്നവരായിരിക്കും, ചില ആളുകൾ കുഞ്ഞു മക്കള് വാവയുള്ളവരായിരിക്കും, ചില ആളുകൾ വേറെ കുറെ പ്രാരാബ്ദങ്ങൾ ഉള്ളവരായിരിക്കും. ഓക്കെ, ചില ആളുകൾ ഇതിനു വേണ്ടി മാത്രം എന്താ പറയാ ലീവ് എടുത്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് നെറ്റ് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ മാറ്റിവെച്ച ആളുകളായിരിക്കും. ഇവർക്കൊക്കെ ഉള്ള സമയവും അവരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ, ഓക്കെ, അടുത്ത സ്ലൈഡ് മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനോട് കണക്ട് ചെയ്ത് വേണം മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ PGക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മൈൻഡിലാവരുത് ഒരു കുഞ്ഞു വാവയെ വെച്ച് പഠിക്കുന്ന നിങ്ങൾ അതിനെ കേൾക്കേണ്ടത്. അത് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനിലും കേൾക്കണം. വേറൊരാളെ കുറിച്ചും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങളുടെ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തോട് കണക്ട് ചെയ്ത് മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങളെ ഇനി വായിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ മാത്രമേ വായിക്കാവൂ, എന്നാൽ മാത്രമേ മുമ്പോട്ട് പോവുള്ളൂ കാര്യങ്ങൾ. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കാൻ പ്ലാൻ ചെയ്യലാണ്. പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലാനിങ് മാത്രമാവരുത്, പ്ലാനൊക്കെ അവിടെ ഉണ്ട്, ഭയങ്കര അടിപൊളി പ്ലാനാണ്. പക്ഷെ പ്ലാനിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. ഓക്കെ, പ്ലാൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്ലാനിനനുസരിച്ച് നമ്മൾ നീങ്ങുന്നുണ്ട് എന്നുള്ള സാധനം വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ ഭയങ്കര സ്റ്റിക്ക് ഓൺ ആയിട്ട് അതിനകത്ത് പോകണം എന്നുള്ളത് നിർബന്ധമാണ്. പ്ലാൻ മാത്രം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പ്ലാന് തെക്കോട്ടും നിങ്ങൾ വടക്കോട്ടും എന്നുള്ള സാധനം ആവരുത്. അപ്പൊ എങ്ങനെ പ്ലാൻ ചെയ്യും?
ഓക്കെ, പേപ്പർ 1 എങ്ങനെ പ്ലാൻ ചെയ്യും? ഞാൻ പേപ്പർ 1 പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളെ മൈൻഡിൽ പേപ്പർ 2 കൂടി ഉണ്ടാവണം. കാരണം വരുന്ന 2 മാസങ്ങളിൽ പേപ്പർ 1 മാത്രം പഠിക്കാനുള്ളതല്ല എന്നുള്ള സാധനം മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ പേപ്പർ 2ന്റെ പ്ലാനും കൂടി നിങ്ങൾ അതിന്റെ കൂടെ ചിന്തിക്കണം, എന്നിട്ട് പ്ലാൻ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ പ്ലാൻ എപ്പോഴും ഒരു കസ്റ്റമൈസ്ഡ് പ്ലാൻ ആയിരിക്കണം. അതായത് നമ്മുടെ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനെ നമ്മൾ ഉണ്ടാക്കാൻ പാടും. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിലുള്ള സമയം ചിലപ്പോൾ വളരെ കുറവായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആളുകൾക്ക് പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇവര് ഉറങ്ങിക്കിടക്കുന്ന ഒരു കുറഞ്ഞ സമയമല്ലേ കിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കി ഇവര് എഴുന്നേറ്റ് കരയാൻ തുടങ്ങും. ആ സമയത്ത് നമ്മുടെ സമയം പിന്നെയും കട്ട് ഷോർട്ട് ആവും. അപ്പൊ അതിനൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനെ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. വിച്ച് മീൻസ് എന്റെ അടുത്തിരുന്ന് എന്റെ കൂടെ എന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്റെ പിയർ ലേണിംഗ് ആയിട്ട് എന്റെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് 3-4 മണിക്കൂർ പഠിക്കാൻ സമയമുണ്ടല്ലോ, എനിക്കതില്ലല്ലോ എന്ന് പറയുന്ന സാധനം നമുക്ക് തോന്നരുത്. ബിക്കോസ് നമുക്കിത് മതി എന്നുള്ളതുകൊണ്ടാണ് പഠിച്ചത് നമുക്ക് അത്രമാത്രം സമയം തന്നത്. മറ്റൊരാൾക്കുള്ള 3, 3.5, 4 മണിക്കൂറിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പ്ലാൻ എപ്പോഴും നമ്മുടെ കസ്റ്റമൈസ്ഡ് പേഴ്സണലൈസ്ഡ് സാധനമായിരിക്കണം. അത് വേറൊരാൾക്കും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സൂട്ട് ആവേണ്ട ആവശ്യമില്ല. വേറൊരാളുടെ പ്ലാനും നമുക്കും സൂട്ട് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ആ പ്ലാൻ എങ്ങനെ വേണം എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. അപ്പൊ ഇന്നിപ്പം ഏതായാലും നൈറ്റ് ആയി, ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങൽ നടക്കില്ല. നാളെ മുതൽ അങ്ങോട്ട് തുടങ്ങാം. നാളെ നിങ്ങൾ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി എങ്ങനെ തുടങ്ങുക. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി മുമ്പിലേക്ക് എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ള സാധനമാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ഒരു നിലവിലെ എന്താ പറയുക, അക്കാഡമിക് കലണ്ടർ പ്രകാരം, UGCയുടെ അക്കാഡമിക് കലണ്ടർ പ്രകാരം ജൂണിലാണ് എക്സാം ഉണ്ടാവുക. 2026 ജൂണിലാണ് എക്സാം ഉണ്ടാവുക. ഇപ്പൊ ഫെബ്രുവരി 7 ഫെബ്രുവരി ഉണ്ടാവും, മാർച്ച്, ഏപ്രിൽ, മെയ്, 4 മാസം മുമ്പിലുണ്ട്. ഓക്കെ, 4 മാസം മുമ്പിലുണ്ട്. 4 മാസം അല്ലെങ്കിൽ 3.25 മാസം മുമ്പിലുണ്ട്. ഇതില് ജൂണിൽ എക്സാം നടക്കും. ചിലപ്പോൾ ജൂൺ ലാസ്റ്റ് ആവാം, ചിലപ്പോൾ ജൂൺ മിഡിൽ ആവാം, അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് ആവാം. ഡിപ്പെൻസ് ഓൺ NTA എന്തോ തീരുമാനിച്ചോട്ടെ. നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, നമ്മുടെ നെറ്റ് എക്സാം ജൂൺ 1 എന്ന് ഉറപ്പിക്കാം. ഓക്കെ, NTA എന്ന് വേണമെങ്കിലും എക്സാം നടത്തിക്കോട്ടെ, ജൂൺ 1 നമ്മുടെ എക്സാം എന്ന് നമ്മൾ ഉറപ്പിക്കുക. ഇനി അന്ന് NTA എക്സാം നടത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് അന്ന് നമ്മൾ എക്സാം എഴുതുക. ബിക്കോസ് നമ്മളെ പ്ലാനിൽ ജൂൺ 1 എക്സാം നടക്കും എന്ന് പറഞ്ഞാൽ മെയ് 31 നമ്മൾ പഠിക്കേണ്ടതൊക്കെ പഠിച്ച് തീർന്നിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ജൂൺ 1 വരെ ഉള്ള ദിവസങ്ങളിൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ ഫെബ്രുവരിയിൽ ഇപ്പൊ ആലോചിക്കുക, ഫെബ്രുവരിയിൽ ഇനി 21, ഇന്നത്തെ ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി 21 ദിവസം കൂടിയേ ഉള്ളൂ. മാർച്ച് 31 ഫെബ്രുവരി, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31 3, 9, 10, 113 ദിവസം മുമ്പിലുണ്ട്. ഓക്കെ, യു കൻ കൗണ്ട് ഇറ്റ് ആസ് 113 ദിവസം മുമ്പിലുണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മുടെ മുമ്പിൽ 113 ദിവസം ഉണ്ട്. അപ്പൊ കൗണ്ട് ചെയ്തു ആൻഡ് ക്രിയേറ്റ് എ റിയലിസ്റ്റിക് ഷെഡ്യൂൾ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നടക്കാത്ത പ്ലാൻ ഒന്നും ഉണ്ടാക്കരുത്. ഓക്കെ, 113 ദിവസം ഉണ്ട്. 113 ദിവസം കൊണ്ട് മലമറിച്ച് കളയാം എന്ന് പറയുന്ന ഇമാജിനേറ്റീവ് പ്ലാൻ ഒന്നും ഉണ്ടാക്കരുത്. ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂർ, ഒരു നമ്മളെ സാഹചര്യമാണല്ലോ. ഓക്കെ, ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യനെ, കുഞ്ഞു മക്കളുള്ള മനുഷ്യന് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് ഒരു റിയലിസ്റ്റിക് ഷെഡ്യൂൾ ഉണ്ടാക്കാം. 113 ദിവസങ്ങൾ, 113 ദിവസങ്ങളിൽ 10 മൊഡ്യൂളിലെ ഓരോ മൊഡ്യൂളും അലോക്കേറ്റ് ചെയ്ത് ഒരു റിയലിസ്റ്റിക് ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്ലാന്. ആ റിയലിസ്റ്റിക് ഷെഡ്യൂൾ ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഓരോ ടോപ്പിക്കിനും സഫിഷ്യന്റ് ടൈം, ഞാൻ വീണ്ടും പറയാണ്, സഫിഷ്യന്റ് ടൈം ഈച്ച് ടോപ്പിക്കിന് അലോക്കേറ്റ് ചെയ്യുക. ഒരിക്കലും ഈക്വൽ ടൈം അല്ല. 10 മൊഡ്യൂളിനും ഈക്വൽ ടൈം ഒന്നും അലോക്കേറ്റ് ചെയ്യരുത്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ടോപ്പിക് ആയിരിക്കും. അതിന് ഒരു കാരണവശാലും മാത്സിന് വേണ്ട അത്ര സമയം വേണ്ട. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഭയങ്കര ഈസി ഉള്ള ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ അതിന് 113 ദിവസങ്ങളിലെ 3-4 ദിവസങ്ങൾ മാത്രം മാറ്റി വെച്ചാൽ മതി. മാത്സ് നിങ്ങൾക്ക് ഭയങ്കര ടഫ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 113 ദിവസത്തിൽ 20 ദിവസം ചിലപ്പോൾ നിങ്ങൾ മാത്സിന് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഓരോ ടോപ്പിക്കിലും നിങ്ങളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട് അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം കൊടുക്കുക.
113 ദിവസങ്ങളിലെ 20 ദിവസം ചിലപ്പോൾ മാത്സിന് വേണ്ടി വരും, കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ 3 ദിവസം വേണ്ടി വരുള്ളൂ, ഹയർ എഡ്യൂക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച മതിയാവുമായിരിക്കും, അത്ര ദിവസങ്ങൾ പോലും നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ്ങിന് വേണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഓരോ ടോപ്പിക്കിനും ഈ 113 ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇതേ 113 മാത്രമേ പേപ്പർ 2-നുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ രണ്ടിനും കൂടി ഉള്ള ഒരു പ്ലാനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കേണ്ടത്. ഇനി സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. എനിക്ക് ഇതൊക്കെ ഇപ്പൊ ചിലർ, ഞാൻ മുമ്പ് നെറ്റ് എഴുതിയിട്ടുണ്ട്, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണ്, ഞാൻ ഇതിൽ സിലബസ് ഒക്കെ ഒന്ന് നോക്കിയ സമയത്ത് എനിക്ക് ഇത് അറിയുന്ന കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് സിലബസ് കവർ ചെയ്യാതെ പോകരുത്. എത്ര എളുപ്പമുള്ള ടോപ്പിക് ആണെങ്കിൽ പോലും 113 ദിവസങ്ങളിലെ ഒരു ദിവസമെങ്കിലും ആ സിലബസിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവണം. ബിക്കോസ് യു ഷുഡ് കവർ ദ എൻറ്റയർ സിലബസ്. ഓക്കെ, മൊത്തം സിലബസ് കവർ ചെയ്യണം. അത് നിങ്ങൾക്ക് ഏറ്റവും ഭയങ്കര ഈസി ഉള്ള സബ്ജക്ട് ആണെങ്കിൽ പോലും ഒരു ദിവസമെങ്കിലും അതിനെ അലോക്കേറ്റ് ചെയ്യണം, തൊടാതെ പോകരുത്. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനം എൻഷുർ ചെയ്യണം. എന്നിട്ടോ പിന്നെ ചെയ്യേണ്ട കാര്യം മാക്സിമൈസ് ടൈം എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ടൈം എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും മാക്സിമൈസ് ചെയ്യാന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ ടൈം എഫിഷ്യൻസി പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്. അപ്പൊ എല്ലാം മാറ്റി വെച്ച് നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് 24 മണിക്കൂർ നെറ്റിനുള്ള സമയമാണ്. 24 മണിക്കൂറൊക്കെ നെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. നേരെ മറിച്ച് ജോലിക്ക് പോകുന്ന, രാവിലെ 9 മണിക്ക് 8 മണിക്ക് പോയിട്ട് വൈകുന്നേരം 6 മണിക്ക് തിരിച്ച് വീട്ടിൽ കയറി വരുന്ന ഒരാളെ സംബന്ധിച്ച് ആ കയറി വന്ന് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഫാമിലി ഉണ്ട്. അതും കഴിഞ്ഞുള്ള ഒരു സമയം മാത്രമേ എന്തുണ്ടാവുള്ളൂ, അയാൾക്ക് പഠിക്കാൻ കിട്ടുള്ളൂ. ഇത്ര പോലും സമയം ഒരു കുഞ്ഞു കുട്ടിയുള്ള ഹോം മേക്കിംഗ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടാൻ പോണില്ല. മറ്റ് പ്രാരാബ്ദങ്ങളുള്ള അസുഖമുള്ള ആളുകൾ വീട്ടിലുള്ള ഒരാൾക്ക് കിട്ടാൻ പോണില്ല. അപ്പൊ നമുക്കൊക്കെ ഉള്ള ടൈം ഈസ് ഡിഫറെന്റ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതായത് നിങ്ങൾക്ക് ആകെ 5 മിനിറ്റേ ഒരു ദിവസത്തിൽ കിട്ടുന്നുള്ളൂ എങ്കിൽ ആ 5 മിനിറ്റിൽ നിങ്ങൾ പഠിക്കുന്ന സാധനം തറവായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനെ പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഒരു ദിവസം പേപ്പർ 1 ഒരു ക്വസ്റ്റ്യനെ പഠിക്കാൻ പറ്റുന്നുള്ളൂ, പേപ്പർ 2 ഒരു ക്വസ്റ്റ്യനെ പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്ന കണ്ടീഷനാണ് നിങ്ങൾ എങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ, പഠിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ മറ്റാരെക്കാളും നല്ല രീതിയിൽ എന്ത് ചോദിച്ചാലും ആ ക്വസ്റ്റ്യനെ കുറിച്ച് എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ ഡീസന്റ് ആയിട്ട് പഠിക്കുക. ഇതിനെയാണ് എഫിഷ്യന്റ് ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടും മാക്സിമൈസ് ചെയ്ത് ടൈമിനെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്ന സാധനം. ഓക്കെ, പഠിക്കുന്ന സാധനം വൃത്തിക്ക് പഠിക്കുക, അതിൽ പിന്നെ കോംപ്രമൈസ് ഉണ്ടാവരുത്. ഓക്കെ, ഒരുപാട് പഠിക്കുക എന്നുള്ളതല്ല, പഠിച്ചത് വൃത്തിക്ക് പഠിക്കുക എന്ന് പറയുന്ന സാധനമാണ് എപ്പോഴും ഈ പറഞ്ഞ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇനഫ് ടൈം വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു രീതി. ഇത്രയും പറഞ്ഞത് ഓക്കെയാണോ? എങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളത് കത്തിയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുവോ? ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് നാളെ മുതൽ പഠിച്ചു തുടങ്ങുമോ? യെസ്, വെരി ഗുഡ്. അടുത്തത് പ്ലാൻ ഒക്കെ ഉണ്ടാക്കി അല്ലെ? പേപ്പർ 1 ഇങ്ങനെയാണ്, അതിൽ ഇങ്ങനെ കുറെ മൊഡ്യൂളൊക്കെ ഉണ്ട്, അതിനിങ്ങനെ പ്ലാൻ ഒക്കെ ഉണ്ടാക്കണം എന്ന് അറിഞ്ഞു, പ്ലാൻ ഒക്കെ ഉണ്ടാക്കി, പഠിക്കാനൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ടില്ല. പഠിക്കാനിരിക്കുമ്പം നമ്മളെപ്പോഴും പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പാസ്സാവണില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. പഠിക്കുന്നൊക്കെ ഉണ്ട്, അങ്ങോട്ട് കേറുന്നില്ല എന്ന് പറയുന്ന സാധനം. അവിടെയാണ് നമ്മുടെ സ്കോറ്, നമ്മുടെ ടാർഗറ്റ് നമ്മളാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് നമ്മളെപ്പോഴും നമ്മൾ ജയിച്ചോ തോറ്റോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും NT ആണ്. ഓക്കെ, എല്ലാ തവണയും NT ആണ്. റിപ്പീറ്റ് ചെയ്തവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ജയിക്കണം തോൽക്കുന്നൊക്കെ NT തീരുമാനമായിരുന്നു. കട്ട് ഓഫ് എത്ര വേണമെന്ന് NT ആണ് തീരുമാനിക്കുന്നത്. അതിൽ എത്ര ശതമാനം പേർക്ക് നെറ്റ് കൊടുക്കണമെന്നും ആ ശതമാനത്തിൽ കയറേണ്ടവർ ആരൊക്കെയെന്നൊക്കെ NT ആണ് തീരുമാനിക്കുന്നത്. നമ്മൾ കട്ട് ഓഫിന് താഴെ പോയാൽ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടാവും, കട്ട് ഓഫിന് മേലെ പോയാൽ നമുക്ക് നെറ്റോ JRF PhD അഡ്മിഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ കട്ട് ഓഫ്, നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. NTA ഡിഫൈൻ ചെയ്യുന്നതിൽ മാറി നമുക്ക് എത്ര കിട്ടുമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെപ്പോഴും ഹൈ സ്കോർ ആണ് എയിം ചെയ്യേണ്ടത്. ഈ ഹൈ സ്കോർ എന്ന് പറയുമ്പോൾ 300-ൽ 299 ഒന്നും എയിം ചെയ്യണമെന്നില്ല. ഓക്കെ, 300-ൽ 299 ഒന്നും എയിം ചെയ്യണമെന്നില്ല. നമ്മൾ എയിം ചെയ്യേണ്ടത് എന്തുമാത്രമാണ്, നമ്മൾ ഏത് ടോപ്പിക്കിലാണോ ഏത് സബ്ജക്റ്റിലാണോ എക്സാം എഴുതുന്നത്. ഇപ്പൊ അറബിക്കിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ആ സബ്ജക്റ്റിൽ എക്സാം എഴുതുന്ന നിങ്ങൾ കാറ്റഗറി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, OBC ആണോ, SC ആണോ, EWS ആണോ എന്നുള്ളത് നോക്കിയിട്ട്
ഇന്നതല്ല PWD ഇവർക്കൊക്കെ കട്ട് ഓഫ് വ്യത്യാസമാണ്. ജനറലിന്റെ കട്ട് ഓഫ് അല്ല EWSനുള്ളത്, ആ കട്ട് ഓഫ് അല്ല OBCക്ക്, ആ കട്ട് ഓഫ് അല്ല SC/STക്ക്, ആ കട്ട് ഓഫ് അല്ല PWDക്ക്. ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ കഴിഞ്ഞ 5 തവണകളിലെ പരീക്ഷയിലെ കട്ട് ഓഫ് മുമ്പിൽ എഴുതി വെക്കുക. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, നെറ്റിൽ ഇഷ്ടം പോലെ പല സൈറ്റുകളിലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 തവണകളായി നിങ്ങൾ പരീക്ഷ എഴുതുന്ന കാറ്റഗറിയിൽ നിങ്ങളുടെ സബ്ജക്റ്റിന് എത്ര കട്ട് ഓഫ് ഉണ്ടായിരുന്നു, ആ 5 തവണത്തെ ഹയസ്റ്റ് കട്ട് ഓഫിന് എടുക്കുക. ഓക്കെ, ഹയസ്റ്റ് കട്ട് ഓഫ് ഇപ്പൊ 65% വിചാരിക്കുക. 5 തവണത്തെ കട്ട് ഓഫ് എടുത്ത് വെച്ചപ്പോ ഏറ്റവും ഹയസ്റ്റ് 65% വിചാരിക്കും. ഈ 65% ഒരു 5-10% കൂട്ടുക. 5% കൂട്ടിക്കൊള്ളി, 70% നിർത്താം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ് 70% ഞാൻ അച്ചീവ് ചെയ്യേണ്ട കട്ട് ഓഫ് എന്ന് നിങ്ങൾ അങ്ങ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഏറ്റവും മാക്സിമം ആയ 65%-നെയാണ് നമ്മൾ എടുത്തത്. ആ 65%-ൽ ഒരു 5% കട്ട് ഓഫ് കൂടാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കുറയുക ചെയ്യുക. ഇപ്പൊ ഒരു 65% മാക്സിമം ആണെങ്കിൽ നമ്മളൊരു 70%-ലേക്ക് അതിനെ അങ്ങോട്ട് കൂട്ടി ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഈ 70% അടുത്ത എക്സാമിലെ ജൂൺ 2026 എക്സാമിലെ കട്ട് ഓഫ് അങ്ങോട്ട് ഡിസൈഡ് ചെയ്യാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ആ 70%-ലേക്ക് പഠിക്കുന്നുണ്ടോ, ഞാൻ ആ 70% മാർക്ക് അറ്റൈൻ ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളിലൊക്കെ എന്നുള്ള സാധനം ഉറപ്പുവരുത്തുക. ചിലപ്പോൾ ആദ്യം നിങ്ങൾക്ക് 7% പോയിട്ട് 5% പോലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അത് തുടക്കമായിരിക്കും. പക്ഷെ പിന്നെ അവിടുന്ന് ചെയ്യുന്ന എക്സാമിലൊന്നും 5 അല്ല, ഞാൻ 6% അച്ചീവ് ചെയ്തിട്ടുണ്ട്, തൊട്ടടുത്ത ദിവസം ഞാൻ 7%-ലേക്ക് എത്തിയിട്ടുണ്ട്, പിന്നെ 7.5% ഞാൻ കൂടുന്നുണ്ട്. എന്റെ ഗ്രാഫ് മേലോട്ടാണ് പോണെന്ന് ഉറപ്പുവരുത്തുക. എക്സാമിന്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് 70% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. ആ 70% നിങ്ങൾക്ക് മെയിൻ എക്സാമിനും പറ്റിയിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ ടാർഗറ്റ് സ്കോർ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ആ സ്കോറിലേക്ക് എത്താനുള്ള പഠനം എന്ത് ചെയ്യണം, ആ പഠനം പഠിക്കണം, ആ പഠിത്തം പഠിക്കണം. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ സ്കോർ സെറ്റ് ചെയ്യണം എന്നുള്ളത്? പേപ്പർ 1-ൽ എന്തുണ്ട് എന്ന് മനസ്സിലായി, പ്ലാൻ ചെയ്യണം എന്ന് മനസ്സിലായി. എത്ര സ്കോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 തവണത്തെ കട്ട് ഓഫ് എടുത്തു വെച്ചിട്ട് അതിലെ മാക്സിമം കട്ട് ഓഫിനോട് ഒരു 5-10% കൂട്ടിയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി അഥവാ കട്ട് ഓഫ് കൂടിയാലും നമ്മൾ സേഫ് ആയിരിക്കണമല്ലോ. അപ്പൊ ഒരു 5-10% കട്ട് ഓഫ് കൂട്ടിയിട്ടിട്ട് നമ്മൾ അതിനെ എയിം ചെയ്യാം. എയിം ചെയ്യേണ്ടത് എപ്പോഴും അതിനെ ആയിരിക്കണം. ഓക്കെ, അവിടെ എത്താനായിരിക്കണം എയിം ചെയ്യേണ്ടത്. ഇനി കട്ട് ഓഫ് ഒക്കെ എയിം ചെയ്തു പഠിക്കുമ്പം നമ്മൾ എപ്പോഴും പേപ്പർ 1-നെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ സീക്രട്ട് വെപ്പൺ എന്ന് പറയുന്നത് എപ്പോഴും PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആളായിട്ട് നമ്മൾ മാറും. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് നെറ്റിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ഓരോ തവണ എക്സാം കഴിയുന്ന സമയത്തും പല പ്രൈവറ്റ് സൈറ്റുകളും അവർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് പഠിക്കണം. അങ്ങനെ സോൾവ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചോദ്യം, ആ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ 4 ഓപ്ഷൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ മാത്രമേ ശരി ഉത്തരം ഉണ്ടാവുള്ളൂ. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പഠിക്കുന്നത് ഒരു ചോദ്യം ആണെങ്കിൽ പോലും ആ പഠിക്കുന്ന ഒരു ചോദ്യം വൃത്തിക്ക് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചോദ്യം നമ്മൾ എടുക്കുന്നു, ആ ചോദ്യത്തിന് 4 ഓപ്ഷനും ഒരു ശരി ഉത്തരം ഉണ്ടാവും. 4 എണ്ണത്തിൽ ഒന്ന് അതിന്റെ ശരി ഉത്തരമായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് ആ ഉത്തരം ശരിയായി എന്നും പഠിക്കണം, മറ്റേ 3 എണ്ണം എന്തുകൊണ്ട് തെറ്റായി എന്നും പഠിക്കണം. അപ്പൊ മൊത്തത്തിൽ ആ ചോദ്യത്തിന്റെ അകത്ത് നമ്മൾ 4 കാര്യം പഠിച്ചു. ഓക്കെ, ഒരു ചോദ്യത്തിന്റെ 4 ഓപ്ഷൻ, അതിലൊരു ഓപ്ഷൻ മാത്രമേ ശരി ഉണ്ടാവുള്ളൂ, മറ്റേ 3 എണ്ണം തെറ്റായിരിക്കും. പഠിക്കുമ്പോ ഈ ഒരു ഓപ്ഷൻ എന്തുകൊണ്ട് ശരിയായി എന്നും പഠിക്കണം, മറ്റേ 3 എണ്ണം എന്തുകൊണ്ട് തെറ്റായി എന്നും പഠിക്കണം. അപ്പൊ ഒരു ചോദ്യത്തിന്റെ അകത്ത് മറ്റേ 3 എണ്ണത്തിനെയും നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ഈ ശരിയുത്തരത്തിനെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ചോദ്യത്തിൽ നിന്ന് 4 ടോപ്പിക്കുകൾ പഠിച്ചു. ഓക്കെ, ആ രീതിയിൽ വേണം പഠിക്കാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. പഠിക്കുന്നത് ഒരു ചോദ്യമാണെങ്കിൽ പോലും, ഒരു ദിവസം ഒരു ചോദ്യമാണെങ്കിൽ പോലും അത് വൃത്തിക്ക് പഠിക്കാം. ഓക്കെ, അത് വൃത്തിക്ക് ക്ലാസിക് ആയിട്ട് പഠിക്കാന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം സോൾവ് ചെയ്യുക. അങ്ങനെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്താണ്, റിപ്പീറ്റ് ചെയ്യുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്. ഈ എൻവയോൺമെന്റും ലോജിക്കൽ റീസണിങ്ങിലൊക്കെ ഇഷ്ടംപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഉണ്ട്.
ക്വസ്റ്റ്യന്റെ പാറ്റേൺ പേപ്പർ 1 റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേണുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. അതിന് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ട്രെൻഡുകൾ അറിയണം. അങ്ങനെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ട്രെൻഡുകൾ അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നറിയോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന് മേലോട്ട് കയറണം എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബർ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം 2019 2020 2021 2022 2023 പോലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ആ ട്രെൻഡൊക്കെ മാറി. എങ്ങനെ പഠിക്കണം? 2025 ഡിസംബറിൽ നടന്ന പരീക്ഷാ പേപ്പർ നിങ്ങൾ ആദ്യം അറബിക്കിലാണ് നിങ്ങളുടെ പേപ്പർ എങ്കിൽ നിങ്ങൾ ആദ്യം അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ അറബിക്കിന്റെ പേപ്പർ സോൾവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകണം? നമ്മുടെ സ്ട്രീം ഏതാ? എന്റെയും നിങ്ങളുടെ ഒക്കെ സ്ട്രീം എന്താ? ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളാണ്. ഹ്യൂമാനിറ്റി സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ബാക്കി ടോപ്പിക്കുകളിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പിന്നെ കടക്കാം. അങ്ങനെ ഡിസംബർ 2025 മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകണം? നിങ്ങൾ പോകേണ്ടത് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ്. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റിൽ നിന്ന് മേലിട്ട് കയറിയാൽ മാത്രമേ ലേറ്റസ്റ്റ് ട്രെൻഡ് മനസ്സിലാവുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോൾ പോലും നിങ്ങൾ ഏറ്റവും ആദ്യം ഫോക്കസ് എടുക്കേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിനാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രീമിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് എന്ത് കൊടുക്കുക? പ്രാമുഖ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇപ്പൊ നമ്മൾ ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളെ സംബന്ധിച്ച് കൊമേഴ്സ് പേപ്പറുകളെക്കാളാണ് നമ്മൾ ഹ്യൂമാനിറ്റീസ് പേപ്പറിലെ പേപ്പർ 1കളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടു ഓൾഡസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ പേപ്പർ 1 ടീച്ചിങ്ങിലെ മാത്രം ചോദ്യങ്ങൾ, പേപ്പർ 1 എൻവിയോൺമെന്റിലെ മാത്രം ചോദ്യങ്ങൾ അങ്ങനെ കാറ്റഗറൈസ്ഡ് ആക്കി നോട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ടോ പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഇന്ന ടോപ്പിക്കലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആൻസർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ചോദ്യം കണ്ടാൽ അത് ഏത് മൊഡ്യൂളിലെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ICT ആണോ, ടീച്ചിങ് ആണോ, ഹയർ എഡ്യൂക്കേഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പൊ ടീച്ചിങ്ങിലെ മാത്രം ക്വസ്റ്റ്യൻസ് എടുത്തിച്ച് പഠിക്കാൻ പറ്റുക, അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പം ആ ഒരു രീതിയിൽ ഇപ്പൊ മാക്സിമം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാന്ന് പറയും. ഇഷ്ടംപോലെ മോക്ക് നമ്മളിപ്പോ എന്താ പറയാ കുറെ പ്രൈവറ്റ് ടെലഗ്രാം ചാനലുകൾ ഉണ്ട്. ആ ടെലഗ്രാം ചാനലിലൊക്കെ ഇഷ്ടംപോലെ എന്താ പറയാ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ കിട്ടും. ഈ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികൾ പോലും ഉണ്ട്. അപ്പൊ അങ്ങനെ എത്രത്തോളം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ വലിയ എന്താ പറയാ സ്ട്രെയിൻ ഇല്ലാതെ ആക്സസ് ചെയ്യാൻ പറ്റുമോ അത്തരം മോക്ക് ടെസ്റ്റുകളൊക്കെ ആക്സസ് ചെയ്തിട്ട് മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, നിങ്ങൾക്ക് നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, മോക്ക് ടെസ്റ്റ് കിട്ടാൻ ഒരു വഴിയില്ല വിചാരിക്കുക. ഒരു വഴിയില്ലാത്തവർ എന്ത് ചെയ്യാന്നറിയോ? ചാറ്റ് GPT തുറക്കാം. ചാറ്റ് GPTയിൽ ചാറ്റ് GPT അല്ല ജെമിനി തുറക്കുക. ജെമിനി AI തുറന്നിട്ട് ജെമിനിനോട് പറയാ, ജെമിനിനോട് എങ്ങനെ കമാൻഡ് കൊടുക്കാന്നറിയോ? ഗിവ് മീ ഇപ്പം ടീച്ചിങ് ആപ്റ്റിലുള്ള ചോദ്യങ്ങളാണ്. ഗിവ് മീ 10 MCQ ഓൺ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ഓൺ NTA നെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ഫിൽട്ടർ ചെയ്തിട്ട് 10 ലൈവ് ക്വിസ് ആയിട്ട് തരും. ലൈവ് ക്വിസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണ സമയത്ത് ശരിയുത്തരവും തെറ്റുത്തരവും കാണിക്കുന്ന ലാസ്റ്റ് നിങ്ങളുടെ അനലൈസ് വരെ കാണിച്ചു തരുന്ന മോക്ക് ടെസ്റ്റ് ആയിട്ട് ലൈവ് ക്വിസ് ആയിട്ട് ജെമിനി തിരിച്ചു ഇങ്ങോട്ട് തരും. ഓക്കെ, then 10 ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ അടുത്ത കമാൻഡ് കൊടുക്കാം, മോർ ക്വസ്റ്റ്യൻസ് എന്ന് കൊടുക്കാം. അപ്പൊ അടുത്ത 10 തരും. അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് കിട്ടാൻ ഒരു വഴിയില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാം? യു ക്യാൻ യൂസ് എന്താ പറയാ ലേറ്റസ്റ്റ് ടെക്നോളജി എന്നുള്ള സാധനമാണ്. ഓക്കെ, മാക്സിമം ടെസ്റ്റുകളും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ അല്ലാതെ, കാരണം ക്വസ്റ്റ്യൻസും പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന പേപ്പർ 1 സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലാതെ നമുക്ക് വേറെ എളുപ്പ വഴികളില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിവൈസ് ചെയ്യുക എന്ന് പറയുന്ന സാധനം. റിവിഷൻ ഇസ് ദാറ്റ്സ് ഇമ്പോർട്ടന്റ് വൺ. റീഇൻഫോഴ്സിങ് യുവർ ലേണിംഗ് എന്ന് പറയും. നമ്മൾ പഠിച്ച സാധനത്തിന് നമ്മൾ റിവൈസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ റെഗുലർലി റിവൈസ് ചെയ്യാം, ഡെയിലി റിവൈസ് ചെയ്യാം, വീക്ക്ലി റിവൈസ് ചെയ്യാം. ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എല്ലാ ദിവസവും പഠിക്കണം, എല്ലാ ദിവസവും പഠിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് കട്ടിലിന് മേലെ കിടന്നിട്ട് ഞാൻ ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. വീക്കിലി സൺഡേസിൽ മാത്രം വീക്കെൻഡിൽ റിവൈസ് ചെയ്യാം. ഇനി അതല്ല ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനെ റിവൈസ് ചെയ്യും. പക്ഷെ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. റിവിഷൻ ഇസ് മസ്റ്റ്. കാരണം ജൂണിൽ നടക്കാൻ പോണ എക്സാം നാളെ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. ഏകദേശം മെയ് 15 ആകുമ്പോഴേക്കും ഇന്ന് പഠിച്ച സാധനമൊക്കെ മറന്നുപോയിണ്ടാവും. ആ മറന്നു പോവലും
സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ച സാധനങ്ങളെ നമുക്ക് മറന്നു. ഈ ഒരുപാട് പഠിക്കുന്ന ആളുകളെല്ലാം മൈക്ക് ഓൺ ആക്കിയ ആളൊന്നും ഓഫ് ആക്കോ, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരുപാട് പഠിച്ച ആളുകളെക്കാൾ കൂടുതൽ റിവൈസ് ചെയ്ത ആളുകൾക്കാണ് എന്തുണ്ടാവുക? ജൂൺ ആവുമ്പോഴേക്കും ഒരു പ്രിഫറൻസ് ഉണ്ടാവുക. കാരണം അവർക്ക് അത് ഓർമ്മ ഉണ്ടാവും, കാരണം അവർ റിവൈസ് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലെ പഠിച്ച സാധനങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. സോ റിവിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റിവിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അതിന് നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് മാറ്റാൻ പറ്റൂല. പിന്നെയുള്ളത് നമ്മളെപ്പോഴും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുക എന്ന് പറയും. പഠനം ഡിജിറ്റൽ. ഇപ്പൊ നമ്മള് പണ്ടൊന്നും നമ്മൾ സ്കൂളിലൊന്നും പഠിച്ച കാലം പോലെയല്ല. നമ്മൾ കുറച്ചും കൂടി എന്തായിട്ട് മാറിയിട്ടുണ്ട്, നമ്മളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എലമെന്റ് ആയിട്ട് മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട്. നമുക്ക് അതിനെ മാറ്റി നിർത്തി ഇപ്പം ഈ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ കുറെ മുമ്പ് കോമ്പറ്റേറ്റീവ് എക്സാമിന് മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെയോ ഫോൺ മാറ്റി വെച്ച് ഒരു 5-6 മാസത്തേക്ക് എല്ലാം മാറ്റി വെച്ച് പഠിക്കാം, റൂം അടച്ചിരുന്ന് പഠിക്കാം, ആ ഒരു സാധനം നമുക്ക് ഇന്ന് നടക്കൂല. ഓക്കെ, നടക്കൂല എന്ന് മാത്രമല്ല, ഇത് ഭയങ്കര സ്റ്റുപ്പിഡ് മെത്തേഡും കൂടിയാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന സാധനം എന്താ? ആ എപ്പോഴും കയ്യിലുള്ള സാധനത്തിനകത്തേക്ക് എന്ത് മാറ്റുക? പഠനം മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാം തോണ്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ആ സാധനം ഒഴിവാക്കാനേ പറ്റാത്ത മനുഷ്യന്മാരാണ് നമ്മളെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഒഴിവാക്കിയൊരു ട്രോമ സാധനത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പഠനം എന്ത് ചെയ്താൽ മതി? അതിനകത്തേക്ക് മാറ്റിയാൽ മതി. എങ്ങനെയാണ് നമ്മളൊരു ലേണിങ്ങിനെ ഡിജിറ്റലൈസ് ചെയ്യുക? ഒരു മോഡേൺ അപ്രോച്ചിലേക്ക് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എഫക്റ്റീവായിട്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റുക? അപ്പൊ എൻ്റെ ഒക്കെ ഒരു കേസ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ പഠനത്തെ ഡിജിറ്റൈസ് ചെയ്ത് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ കിട്ടുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസിനെ കംപ്ലീറ്റ്ലി ഞാൻ എന്താക്കി മാറ്റി? ഞാൻ അതിനെ ഒരു എനിക്ക് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ പോലെ ജെമിനി, ജെമിനിയിൽ ചെയ്യുന്ന സാധനത്തിലേക്ക് കിസ്സുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു മോക്ക് ടെസ്റ്റ് അവൈലബിൾ അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ, എനിക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ, എനിക്ക് അതിന് ഒരുപാട് സമയം അലോക്കേറ്റ് ചെയ്യാൻ ഇല്ലാത്തൊരു സമയമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ജെമിനിയിൽ കയറിയിട്ട് എനിക്ക് NTA നെറ്റിന്റെ ഇന്ന ടോപ്പിക്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ വേണം, അല്ലെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യൻ വേണം, അല്ലെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ വേണം, എനിക്ക് തരുമോ എന്ന് ഞാൻ ജെമിനിനോട് ചോദിക്കും. ജെമിനി അതിനെ ലൈവ് കിസ് ആയിട്ട് തരും. ഞാൻ അത് അറ്റൻഡ് ചെയ്യും. എനിക്ക് ഉത്തരം തെറ്റുന്ന സമയത്ത് ഉത്തരം തെറ്റാണെന്ന് ജെമിനി എന്നോട് പറഞ്ഞു തരും. ശരി ഉത്തരം എന്താന്ന് എനിക്ക് പറഞ്ഞു തരും. ലാസ്റ്റ് 100 ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ജെമിനി എന്നോട് പറയും, നിങ്ങൾ ഇന്ന ടോപ്പിക്കിൽ വീക്ക് ആണെന്ന് എന്റെ അനാലിസിസ് കാണിച്ചു തരും. എന്നിട്ട് ഞാൻ ചെയ്ത മോക്ക് ടെസ്റ്റിന്റെ ഫ്ലാഷ് കാർഡുകൾ കാണിച്ചിട്ട് എന്ത് ചെയ്യും? ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാന്നൊക്കെ കാണിച്ചു തരും. ഇങ്ങനത്തെ റിവിഷൻ ആസ്പെക്ട് ഇതൊക്കെ കാണിച്ചു തരും. അതിന് ഷോർട്ട് നോട്ടുകളൊക്കെ ജെമിനി തന്നെ അതിന്റെ കൂടെ അങ്ങനെ എന്താ പറയുക, ഒരു ഓഫർ പോലെ അതിന്റെ കൂടെ ഇങ്ങോട്ട് തരും. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ പഠനം മാറ്റാം എന്നുള്ളതാണ്. അപ്പൊ ടെലിഗ്രാമിലൊക്കെ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്ന ചാനലിലൊക്കെ കയറി ലൈക്ക് അടിച്ചിടും, അല്ലെങ്കിൽ ആ ചാനലിലൊക്കെ കയറി കൊടുക്കും. അപ്പൊ അതിൽ മോക്ക് ടെസ്റ്റ് വരുമ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ നമ്മളൊരു ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്ന, നമ്മൾ പലവട്ടം കണ്ട റീലുകളുടെ ഒരു വട്ടം തുറന്ന് പിന്നെയും തുറന്ന, നമ്മൾ സേവ് ചെയ്ത് വെച്ച, നമ്മൾ ലൈക്ക് ചെയ്ത, നമ്മൾ കമന്റ് ഇട്ട, നമ്മൾ കുറെ നേരം നോക്കിയിരുന്ന ഈ സാധനങ്ങളാണ് നമ്മുടെ ഫീഡിലേക്ക് നിരന്തരം സോഷ്യൽ മീഡിയയുടെ അൽഗോരിതത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ നെറ്റിന്റെയും അല്ലെങ്കിൽ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ പേജുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ചെയ്യുന്ന ഏജൻസികളുടെ പേജുകൾ, ആ പേജിനൊക്കെ ലൈക്ക് അടിച്ചിടും, ആ പേജൊക്കെ സേവ് ചെയ്തിടും. ആ പേജുകളിലൊക്കെ കുറെ നേരം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. അപ്പൊ പിന്നെ നമ്മളെ ഫീഡിലേക്ക് വരുന്ന ഒരാഴ്ച ഞാൻ അങ്ങനെ അത് മാത്രം ചെയ്തു. പിന്നെ എന്റെ ഫീഡിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായി. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനത്തിന്റെ അകത്ത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യും? നമ്മളെ മൈൻഡ് അതിനകത്തേക്ക് മാറും. ഓക്കെ, എപ്പോഴും വരുന്ന റീലുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് വേണ്ട ടോപ്പിക്കുകൾ റീലായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യുക? അങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എന്ത് മാറ്റുക? നമ്മുടെ ഒരു പഠനം മാറ്റുക എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇപ്പൊ പുതുതായിട്ട് ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നെറ്റ് എഴുതുന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒന്നും പേടിക്കാറില്ല. നിങ്ങൾ ഫ്രഷ് സ്റ്റാർട്ടാണ്. ഓക്കെ, നിങ്ങളൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. നിങ്ങൾ ആദ്യമായി എഴുതാൻ പോവാണ്. നിങ്ങളൊരു ബ്ലാങ്ക് പേജിൽ നിന്ന് തുടങ്ങുന്ന ആളുകളാണ്.
അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായും പുതുതായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കാം. പേപ്പർ വണ്ണിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചെറിയ ധാരണയുണ്ട്, അത് വെച്ചിട്ട് നിങ്ങളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഏറ്റവും ഈസി ഉള്ള ഏരിയ ഏതാണെന്നുള്ള സിലബസ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങാം. അതിന് നമുക്ക് ലൈവ് ക്ലാസ്സുകളുടെ ഷെഡ്യൂളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അതും കൂടി അതുമായിട്ട് നമ്മൾ എപ്പോഴും യൂസ്ഡ് ആയിട്ട് മാറും. എന്നിട്ട് നമ്മളൊരിക്കലും ട്രാക്കിൽ നിന്ന് മാറിപ്പോയത് അതിന്റെ കൂടെ 2 മാസമല്ലേ ഉള്ളൂ, 2-3 മാസമല്ലേ ഉള്ളൂ. ആ 3 മാസത്തിനകത്ത് അറ്റ് ദ എൻഡിൽ കിട്ടാൻ പോണ റിസൾട്ട് ഈസ് മറ്റെന്തിനേക്കാളും വലിയ റിസൾട്ട് ആണല്ലോ. അപ്പൊ ആ ഒരു 3 മാസം ഒരു സാക്രിഫൈസ്, ആ സാക്രിഫൈസ് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ലോകത്തിന്റെ ഭാഗമായി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് എന്താ പറയാ, റുട്ടീൻ ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ സംഭവിക്കുള്ളൂ. അത് ആദ്യമായി എക്സാം എഴുതുന്ന ആളുകളെ സംബന്ധിച്ചുള്ള സംഭവങ്ങൾ മാത്രമാണ്. ഇനി ചില ആളുകൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും. ഇതിൽ എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്? ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. 1 2. ഓക്കെ. ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ട്രോമാറ്റിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം, ഒരേ സാധനം വീണ്ടും 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 ഒരേ സാധനം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിലുണ്ടാവുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്, ഒരു മടുപ്പുണ്ട്. ഇപ്പൊ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ് പേപ്പർ 2 എന്ന് പറയുമ്പോൾ പോലും, പേപ്പർ 1 എന്ന് പറയുന്ന സമയത്ത് പോലും, ആൻഡ് ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട് ടു എന്താ പറയാ, ആ ഒരു അത്രയും ടൈം പീരീഡ്, ഡ്യൂറേഷൻ, നമ്മുടെ കരിയർ ആയിക്കോട്ടെ ആൻഡ് ഏജ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ ഇതിനൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വീണ്ടും അതിലേക്ക് വരിക എന്ന് പറയുന്ന സമയത്ത് അതൊരു ട്രോമാറ്റിക് സാധനം തന്നെയാണ്. പക്ഷെ എന്നാലും വീണ്ടും ഐ കൻ ടെൽ ദാറ്റ് നമ്മൾ എപ്പോഴും ഇത്രയും കാലം നമ്മൾ പഠിച്ചതിന്റെ ഒരു എൻഡ് റിസൾട്ട് വിൽ ബി എവിടെ കിട്ടും, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് കിട്ടും എന്ന് പറയാം. സപ്പോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിൽ ഞാൻ അറ്റൻഡ് ചെയ്യണ സമയത്ത് എനിക്ക് തോന്നിയൊരു ഫീൽ ഉണ്ട്. ദാറ്റ് ഫീൽ ഈസ്, നമ്മളിതിനു മുമ്പേ 11ഓളം നെറ്റുകൾ എഴുതിയ സമയത്ത് ആ 11 നെറ്റിലും 150 ചോദ്യത്തിലും എനിക്ക് എല്ലാം അറിയില്ലായിരുന്നു. ഓക്കെ, എല്ലാം അറിയില്ല എന്ന് മാത്രമല്ല, ഓപ്ഷനുകൾ അറിയില്ല, അത് ഉത്തരത്തിലേക്ക് എങ്ങനെ വരണമെന്ന് അറിയില്ല, ഈവൻ കറക്കി കുത്തുമ്പോ പോലും എനിക്ക് പ്രത്യേകിച്ച് വലിയ ഒരു എന്താ പറയാ, അത് ശരിയായിരിക്കും എന്നുള്ളൊരു ഹോപ്പ് പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈം. പക്ഷെ കഴിഞ്ഞ തവണ ലാസ്റ്റ് നടന്ന എക്സാം എഴുതിയ സമയത്ത് ആ 150 ചോദ്യം, അതായത് 50 ചോദ്യത്തിന്റെ പേപ്പർ 1ഉം 100 ചോദ്യങ്ങളുടെ പേപ്പർ 2, മൊത്തം 150 ചോദ്യം. ഈ 150 ചോദ്യങ്ങളിലെ 150 ടോപ്പിക്കാണല്ലോ ചോദിക്കുക. ഈ 150 ടോപ്പിക്കും എനിക്ക് ഫെമിലിയർ ആയിരുന്നു. അതായത് ഇതില് ഒരു ചോദ്യം പോലും ചോദ്യമാണ്, ഉത്തരം അറിയുമെന്നല്ല, ചോദ്യത്തിലുള്ള ഒരു ടോപ്പിക് പോലും എനിക്കറിയാത്തത് ഉണ്ടായിരുന്നില്ല. ഉത്തരം അറിയുമെന്നല്ല കേട്ടോ, ചോദ്യത്തിലെ ഒരു ടോപ്പിക് പോലും എനിക്ക് ഫെമിലിയർ അല്ലാത്തത് ഉണ്ടായിരുന്നില്ല. 150ഉം എനിക്ക് ഫെമിലിയർ ആയിരുന്നു. ഓക്കെ. എന്നിട്ട് തിരിച്ച് എക്സാം കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എക്സാം ഈസി എന്നല്ല തോന്നിയത്, പകരം 150ഉം എനിക്ക് ഫെമിലിയർ. ആ ഫെമിലിയാരിറ്റി കിട്ടിയത് എവിടുന്നാന്നറിയോ? ഈ ഫെമിലിയാരിറ്റി കിട്ടുന്നത് കഴിഞ്ഞ 11 നെറ്റിന് നമ്മൾ പഠിച്ചതിന്റെ ആ ഒരു എഫക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചത് എവിടെയും പോണില്ല, അത് എവിടെയോ ഉണ്ട്, ആ സാധനം നമ്മുടെ മൈൻഡിൽ ഉണ്ട് എന്നുള്ള സാധനമാണത്. ആ 150 ചോദ്യങ്ങളും ഫെമിലിയർ ആയത് ആ ഒറ്റ ടേമില് എക്സാമിന് വേണ്ടി പഠിച്ചതുകൊണ്ടല്ല, കഴിഞ്ഞ 11 തവണകൾ പഠിച്ചതിന്റെ ഒരു സാധനമാണ് എവിടെ കിട്ടിയത്, ആ 150 ചോദ്യം കണ്ടപ്പോൾ കിട്ടിയത്. ഓക്കെ, ആ 150 ചോദ്യം ഞാൻ ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ച സാധനമല്ല. എനിക്ക് തോന്നുന്നു പേപ്പർ 1 പോലും, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരു ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഞാൻ ഈ ഒരു എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ബാക്കി മുമ്പത്തെ തവണകൾ എടുത്ത എഫേർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് പഠിച്ച സാധനങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നവര് ഒരു കാരണവശാലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കാരണവശാലും ബാക്കോട്ട് പോകേണ്ടതോ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവേണ്ടതോ ആവശ്യമില്ല. അടുത്തൊരു എക്സാമിന് വരുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയതിന്റെയും തൊട്ട് മുമ്പ് പഠിച്ചതിന്റെയും ഒക്കെ റിസൾട്ട് ചിലപ്പം ഈ ഒരു എക്സാമിനായിരിക്കും കാണാൻ പോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലായിരിക്കും നമുക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടാവുക, ഈ ഒരു എക്സാമിനായിരിക്കും നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക എന്നുള്ള സാധനം. ഒരു ടൈം ഫാക്ടർ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ ബോധരാവണ്ട. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മുടെ ഫീൽഡിലെ ദ ബെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനത്തിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻഡ് കീപ് സംതിങ് പോസിറ്റീവ് എന്ന് പറയുന്ന സാധനമാണ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എപ്പോഴും മാറുക എന്നുള്ളത്. പിന്നെ ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം 24 മണിക്കൂറും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. 24 മണിക്കൂറും 365 ദിവസവും പോസിറ്റീവ് മൈൻഡിൽ നിൽക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ
അയാൾക്ക് എന്തൊരു കുഴപ്പമുണ്ടെന്നുള്ളതാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു ഇമോഷണൽ ആസ്പെക്ട് ആണ് അയാൾക്ക് എന്തുണ്ടാവുക, അയാൾക്ക് ഡൗൺ പോയിന്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്ന സാധനം. അപ്പൊ ആ ഒരു ഡൗൺ പോയിന്റ് ഉണ്ടാവുന്ന സമയത്തും നമുക്ക് കയറി വരാൻ പറ്റണം. ഇപ്പൊ 7 ദിവസം പഠിച്ചിട്ട് 8ാമത്തെ ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയാൽ 8ാമത്തെ ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം, സിനിമയ്ക്ക് പോവാം, പാട്ട് കേൾക്കാം, നടക്കാൻ പോവാം. ഇതൊക്കെ പാർട്ട് ഓഫ് നമ്മുടെ ഒരു ഗെയിമാണ്. പക്ഷെ 9ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടാവണം. 7 ദിവസം പഠിച്ച് അടുത്ത 14 ദിവസം നമ്മൾ സിനിമയിലാവരുത്. 7 ദിവസം പഠിച്ച് 8ാമത്തെ ദിവസം ബ്രേക്ക് എടുത്ത് ഇനി വേണമെങ്കിൽ 9ാമത്തെ ദിവസം ബ്രേക്ക് എടുത്ത് 10ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടാവണം എന്നുള്ള സാധനമാണ്. ആ 10ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ പിയർ ഗ്രൂപ്പ്, സ്റ്റഡി ഗ്രൂപ്പുകളായിരിക്കും. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അതേ റേഞ്ചിലുള്ള ആളുകളെ, അതായത് ഇപ്പം ഞാൻ ഫസ്റ്റത്തെ 1-2 നെറ്റിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന സമയം പുലർച്ചെയായിരുന്നു. 4 മണി, 3:30, 4 മണി ആ ഒരു സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ സെറ്റായി കിട്ടുക എന്നുള്ളതാണ്. അപ്പം അന്ന് പഠിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഗ്രൂപ്പിനകത്ത് ആ സമയത്ത് ഓക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് ഗ്രൂപ്പിൽ വെറുതെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ട് ആ സമയത്ത് ഓക്കെ ഉണ്ടായിരുന്ന ആളുകൾ, കുഞ്ഞു വാവകളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യും, അവർക്ക് കുട്ടികൾ ഉറങ്ങുന്ന സമയത്താണ് പഠിക്കാൻ ഏറ്റവും സുഖം. അപ്പം അവരെ സംബന്ധിച്ച് 3:30, 4 മണിക്ക് കുട്ടികൾ ഉറങ്ങുന്ന സമയമായിരിക്കും. അപ്പൊ അവരൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഒരു പിയർ ലേണിംഗ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പറയാൻ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവർ സൗണ്ട് ഉണ്ടാക്കി ഇപ്പുറത്ത് കുട്ടി ഉണരും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് കേൾക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, അവരത് കേൾക്കും. പിന്നെ അവർ സമയം കിട്ടുമ്പോൾ അവര് പഠിച്ച സാധനങ്ങൾ ഇങ്ങോട്ട് വോയിസ് ഇട്ട് തരും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റ് ഇട്ട് അവർ ഇട്ട വോയിസ് ഇങ്ങനെ കേൾക്കും. അപ്പൊ അങ്ങോട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനം ഉണ്ടല്ലോ, ആ ടൈപ്പ് പിയർ ഗ്രൂപ്പ് സ്റ്റഡീസിന്റെ ഭാഗമാവുക. എല്ലാ പിയർ ഗ്രൂപ്പിന്റെയും ഭാഗമാവേണ്ട ആവശ്യമില്ല. നമ്മുടെ ടൈമിന് സെറ്റ് ആവുന്ന, നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആവുന്ന ടീം, അത് ഒരാളാണെങ്കിൽ പോലും ആ ടീമിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് പിയർ ഗ്രൂപ്പിന്റെ ഭാഗമാവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എല്ലാ പിയർ ഗ്രൂപ്പിലും കയറി ജോയിൻ ചെയ്തിട്ട് എല്ലാം കൂടി അവലിംഗഞ്ഞി ആക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള, നിങ്ങളുമായിട്ട് ഏറ്റവും ഒത്തിണങ്ങി പോകുന്ന, നമ്മുടെ ഒരേ സ്പേസ് ഷെയർ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവുമല്ലോ, നമ്മുടെ അതേ പ്രശ്നങ്ങളുള്ള, നമ്മുടെ അതേ പ്രശ്നമില്ലായ്മകളൊക്കെ ഉള്ള, ഒരേ വൈബ് സെറ്റ് ആവുന്ന മനുഷ്യന്മാർ, അവരുമായിട്ട് പിയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ പഠനം കണ്ടിന്യൂ ചെയ്യുക. മാത്സ് ഒക്കെ, ഞാനൊക്കെ മാത്സ് പഠിച്ചത് എന്റെ കൂടെ ഇരുന്നിട്ട് ചെയ്തിരുന്നൊരു നിസാർ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഓഫ്ലൈൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ നിസാർ PSCക്ക് വേണ്ടി മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്തെന്ന് വെച്ചാല് ചെറിയ കുഞ്ഞു മക്കൾക്ക് മാത്സ് പറഞ്ഞു കൊടുക്കുന്ന മാതിരി ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ബേസ് സെറ്റ് ആക്കിയിട്ട് മാത്സിലേക്ക് കയറി വന്ന, അപ്പൊ അത്തരം പിയർ സാധനങ്ങളുടെ ഭാഗമാവുക. നമുക്ക് ഓക്കെയാണ്, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഈ ഒരു സാധനത്തിന് നമ്മൾ എപ്പോഴും സെൽഫിഷ് ആയിരിക്കണം. കാരണം നമ്മൾ 6% കയറാൻ നമ്മൾ സെൽഫിഷായി പഠിക്കാൻ എന്ന് വിചാരിച്ച് മറ്റൊരുത്തനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കുന്നില്ലല്ലോ. അയാൾക്കുള്ളത് എന്തോ നമ്മൾ വാങ്ങുന്നു, നമുക്കുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് പിയർ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. എന്നാൽ മാത്രമേ നമുക്ക് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് 2 ദിവസം ബാക്കോട്ട് വലിഞ്ഞു വിചാരിച്ചോ, അങ്ങനെ വലിയുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു നമുക്ക് ഓക്കെ ആയ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിൽ, ഓക്കെ നമുക്കും അവർക്കും ഓക്കെ ആയ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് നമ്മളെങ്കിൽ, 2 ദിവസം നമ്മൾ ബാക്കോട്ട് വലിഞ്ഞാൽ അവിടുന്ന് കോള് വരും, എന്താ വരാത്തെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവര് ത്രൂ നമ്മൾ അപ്പാവും. ഓക്കെ, അവര് ത്രൂ നമ്മൾ അപ്പാവും. നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ അവര് കൂടെ നമ്മളെ വിളിക്കാൻ തുടങ്ങും. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സാധനത്തിന്റെ ഭാഗമാവുക. പിന്നെ ഈ ഓവർ തിങ്കിങ് ആൻഡ് സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാധനങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ടെൻസ്ഡ് ആയിട്ട് കാര്യമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെ വരും, എത്ര ടഫില് വരും, എത്രയായിരിക്കും അതിന്റെ കട്ട് ഓഫ്, ഇതൊന്നും നമ്മളെ കയ്യിലുള്ള സാധനമില്ല. ഇതൊക്കെ NTA തീരുമാനിക്കുന്ന കാര്യമാണ്. അതിനെപ്പറ്റി നമ്മൾ എന്ന് എക്സാം വരും, എന്ന് അപ്ലിക്കേഷൻ വിളിക്കും, എത്ര ദിവസത്തിന് റിസ്ക്, ഇതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ലാത്ത കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ടൊരു കാര്യമില്ല, അതിനെക്കുറിച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഒരു കാര്യമില്ല. അതിനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പുറത്ത് നമ്മുടെ പണിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി ഇപ്പുറം കിട്ടും. അത് ചിലപ്പം നമ്മൾ മുമ്പൊക്കെ എടുത്ത എഫേർട്ടിന്റെ ഒരു അക്യുമുലേഷൻ ആയിരിക്കും ഇപ്പുറത്ത് കിട്ടുക എന്നുള്ളതാണ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. നമ്മൾ അത്രയും ഈവൻ ഒരു 12 നെറ്റ് എഴുതി 12ാമത്തെ നെറ്റ് കിട്ടുന്ന എന്നെ സംബന്ധിച്ച് ഈ 11 എണ്ണത്തിന്റെ എഫേർട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടതാണ് എനിക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പുറത്ത് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ആൻസറിലേക്ക് എത്താൻ, ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആണ് എന്നുള്ളൊരു, ജയിക്കുമെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല, 150 ഫെമിലിയർ ആയതിന്റെ ഒരു സന്തോഷം
എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സന്തോഷത്തിന്റെ റിസൾട്ട് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു ടൈപ്പിലേക്ക് പഠിക്കാം. അപ്പൊ എപ്പോഴും നമുക്ക് ചുറ്റുമുള്ള സാധനം നമുക്ക് ഓക്കെയാണ്. നമുക്ക് ഓക്കെ അല്ലാത്ത ഒരു പിയർ ഗ്രൂപ്പിന്റെയും ഭാഗമാവരുത്. നമുക്ക് ഓക്കെ അല്ലാത്ത ഒരു മോക്ക് ടെസ്റ്റിന്റെയും ഭാഗമാവരുത്. നമുക്ക് ഓക്കെ അല്ലാത്ത നമ്മുടെ ടൈം സെറ്റ് ആവാത്ത ഒരു മോക്ക് ടെസ്റ്റിലും നമ്മൾ ചെയ്യേണ്ടതില്ല, അല്ലെ? ചില മോക്ക് ടെസ്റ്റുകൾ അപ്പുറത്ത് നമ്മൾ ചിലപ്പോൾ 4 മണിക്കായിരിക്കും ഫ്രീ ആവുന്നുണ്ടാവുക. നമുക്ക് 4 മണിക്ക് മാത്രമേ ഫ്രീ ആവാൻ പറ്റുന്നുണ്ടാവുള്ളായിരിക്കും. അവിടെ ചിലപ്പോൾ 5 മണിക്ക് ഒരു മോക്ക് ടെസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിക്കിക്കയറി അതിലേക്ക് കയറേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ട്രെസ്ഡ് ആവും. നമ്മൾ 4 മണിക്ക് അവൈലബിൾ ആവുന്ന മോക്ക് ടെസ്റ്റിന്റെ അകത്ത് കയറാം. ഓക്കെ, ഇനി അവൈലബിൾ ആവുന്നില്ലെങ്കിൽ അവിടെയാണ് ഞാൻ പറഞ്ഞ സാധനം, യൂസ് ജെമിനി. ജെമിനിയിൽ ഇടുക, ജെമിനിയോട് ചോദിക്കുക എനിക്ക് ക്വിസ് വേണമെന്ന് പറയാം, ലൈവ് ക്വിസ് വേണമെന്ന് പറയാം, ഇന്ന ടോപ്പിക്കിൽ വേണമെന്ന് പറയാം, അത് NTNET റേഞ്ചിൽ വേണമെന്ന് പറയാം, അതിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വേണമെന്ന് പ്രോംപ്റ്റ് കൊടുക്കുക, ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, ഫോക്കസ്ഡ് ആവുക. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നമുക്ക് ബെനിഫിഷ്യൽ ആണെന്ന് ഉറപ്പുവരുത്തി മാത്രം ചെയ്യാം. ഓക്കെ, അത് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും. പേപ്പർ 1 കുറിച്ചാണ് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുക. പേപ്പർ 2 അറബിക് എന്റെ ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട്. പക്ഷെ പഠിക്കുമ്പോൾ പഠിക്കുന്ന സാധനം വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും കൺസേൺ പേപ്പർ 1 മൊഡ്യൂൾസിനെ കുറിച്ചോ പ്ലാൻ ഉണ്ടാക്കേണ്ടതിനെ കുറിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എൽസ് വി ക്യാൻ എനിത്തിങ്. ഇന്നിപ്പോ നിങ്ങൾ എന്താ ചെയ്യുക? അപ്പം ഇന്ന് ആദ്യം ചെയ്യേണ്ട സാധനം, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഒറ്റ മാസത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കുക. ഫെബ്രുവരിക്കുള്ള പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, ഫെബ്രുവരിയിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കുക. ഫെബ്രുവരി കഴിയുമ്പോഴേക്കും ഫെബ്രുവരി കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവൈലബിലിറ്റി എന്നൊരു ക്ലിയർ പിക്ചർ കിട്ടും. അതിനനുസരിച്ചിട്ട് മാർച്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താൽ മതി, മാറ്റങ്ങൾ വരുത്തിയിട്ട്. ഫെബ്രുവരിക്കുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാനിനനുസരിച്ച് നാളെ മുതൽ റൺ ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് പ്ലാൻ ചെയ്യട്ടെ. ഒരുപാട് മല മറച്ചേക്കാന്നുള്ള രീതിയിൽ പേപ്പർ 1 ടീച്ചിങ്ങിന്റെ മൊഡ്യൂൾ മുഴുവൻ ഞാൻ നാളെ ഇരുന്ന് പഠിക്കും എന്നുള്ള സാധനം ആക്കരുത്. ടീച്ചിങ്ങിനെയും തന്നെ പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് കുറച്ചായിട്ട് തുടങ്ങുക. വലുതായിട്ട് തുടങ്ങിയ ഭയങ്കര ബോറിംഗ് ആവും, ടയർഡായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് ചെറുതായിട്ട് വലുതാക്കി കൊണ്ടുവരാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, ഇങ്ങനെ 1 മണിക്കൂർ ഇരുന്ന് ഒരാൾ ഇങ്ങനെ വളവള എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അത് മനുഷ്യന്റെ വേറെ പ്രത്യേകതയാണ്. ആ സമയത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ഡോപ്പമിൻ പീക്കിലായിരിക്കും. പക്ഷെ നാളത്തേക്ക് ഈ സാധനം സ്വാഭാവികമായി ഈ സാധനം നാളത്തേക്ക് കിട്ടുപോകും. ഓക്കെ, ഇന്നുള്ള ആ ഒരു തീ നാളത്തേക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ തീ കിട്ടണമെങ്കിൽ ഇന്ന് പ്ലാൻ സെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മാക്സിമം നാളെ രാവിലേക്കുള്ളിൽ പ്ലാൻ സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ, ഞാനിതിൽ ഓക്കെ ആവും എന്നുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും. അല്ലാതെ ഇന്ന് ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. പക്ഷെ ഒരു രാത്രി കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും ഇതിന്റെ തീ കെട്ടിട്ടുണ്ടാവും. അതിന്റെ തീ കെടാതിരിക്കണമെങ്കിൽ യു ഷുഡ് മേക്ക് എ പ്ലാൻ അറ്റ് ദ ഏർലിയസ്റ്റ്. ഏറ്റവും ആദ്യം പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന്റെ കൂടെ ഓടാനുള്ള ഒരു ഫൈനൽ ഡിസിഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.